Good evening, all. Good evening. Good evening. Good evening. Good evening. So, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എല്ലാം നോക്കിയിരുന്നു എല്ലാവരും? നോക്കിയോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ? ഗുഡ് ഈവനിങ് മാം. സോ നോക്കിയോ എല്ലാവരും? എന്തൊക്കെയായിരുന്നു പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? എനി ഡൗട്ട് ഫ്രം ദാറ്റ് പോർഷൻ? സോ നമ്മുടെ ടെസ്റ്റ് പേപ്പറിനകത്ത് ഒരു 2 ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് പേപ്പറിനകത്ത് കഴിഞ്ഞ ടെസ്റ്റ് പേപ്പറിനകത്ത് ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെസ്റ്റ് സീരീസിന്റെ ക്വസ്റ്റ്യൻ അഭ്യാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു ദിവസം. ഓക്കെ, നാളെ മറ്റന്നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ടോപ്പിക്കൽ ഡൗട്ട് ഉണ്ടോ? ടോപ്പിക്കൽ ഡൗട്ട് ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും സംശയം? I have uploaded all the classes note. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിന്റെ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും കണ്ടിരുന്നോ? ഐ തിങ്ക് 7 ക്ലാസ്സസ് കഴിഞ്ഞു. 7 ക്ലാസ്സസിന്റെയും നോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അഭ്യാസ് 1 കംപ്ലീറ്റ് ചെയ്യാൻ ആരും ഉണ്ടോ ഇനി? എനിവൺ ടു കംപ്ലീറ്റ് അഭ്യാസ് 1, ദ ഫസ്റ്റ് സീരീസ്? നമ്മുടെ ഫസ്റ്റ് പ്രാക്ടീസ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആരും ഉണ്ടോ ഇനി? സോ നമ്മുടെ ഇപ്പം നോട്ട്സിന്റെ ഈ നോട്ട്സ് ഒക്കെ നമുക്ക് ഇനി ഒന്ന് സപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല സാർ. ഇതുപോലെ തന്നെ നമുക്ക് പഠിച്ചാൽ മതിയല്ലേ? സപ്ലിമെന്റ് അത്യാവശ്യം എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്ന മാക്സിമം കണ്ടന്റ് ഞാൻ നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ NCERT ഉണ്ട്, അതുപോലെ സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നോട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. സോ യു ക്യാൻ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. പിന്നെ എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് യു ക്യാൻ റീഡ് NCERT അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ബുക്ക് ഫോർ എക്സ്ട്രാ റീഡിങ്. സമയമില്ലാത്തോണ്ടാ ചോദിച്ചത്. സമയമില്ലെങ്കിൽ ഇത് മതി. ദിസ് ഇസ് ഇനഫ്. ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. കാരണം ഞാൻ മാക്സിമം കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം PSCയുടെ നിലവിലെ പാറ്റേൺ അനുസരിച്ച് ഈ പറഞ്ഞ ഏഴ് രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ഡേറ്റ് ചെയ്തും അതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് നോട്ടിനകത്ത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ലേ പോലും, ഇപ്പൊ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് പറയത്തേ ഉള്ളൂ. പക്ഷെ നോട്ട് ഞാൻ ഇടുമ്പോൾ ഞാൻ അതിനകത്ത് നോട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞാൻ ചില പോർഷനൊക്കെ ഞാൻ ക്ലാസ്സിൽ ഞാൻ ഡിഫൈൻ ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ലെക്ചർ നോട്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, സ്ലൈഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഓക്കെ. സോ അഭ്യാസ് 1 കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ ഇനി ആരെങ്കിലും? മൗനം സമ്മതം വിശ്വസിക്കുകയാണ്. സോ എക്സെപ്റ്റ് ദ ന്യൂ മാൻ, അത് വെച്ച് ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നല്ലോ 22nd വി വിൽ ബി ഹാവിംഗ് മെന്റർഷിപ്പ് പ്രോഗ്രാം. നമ്മുടെ മെന്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് 22nd. ആൻഡ് ഒരു ചേഞ്ച് ഉണ്ട് ടൈം ടേബിളിൽ. യു വിൽ ബി ഹാവിംഗ് ക്ലാസ് ഓൺ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഗ്രൂപ്പിൽ 19 ഉണ്ട്, അതായത് ഇന്ന്. ദെൻ 21, 22 ആൻഡ് 23. നാളെ ഇല്ല ക്ലാസ്. ടുമോറോ യു വിൽ ബി നോട്ട് ഹാവിംഗ് ക്ലാസ്. മറിച്ച് 19, 21, 22, 23 ആയിരിക്കും ക്ലാസ് വരുന്നത്. അതുപോലെ മെന്റർഷിപ്പ് ഡേറ്റ് 22 ഈവനിങ്ങും അതുപോലെ 24th ഈവനിങ് ഉണ്ട്, 23rd മോർണിംഗ് ഉണ്ട്. സോ 3 ദിവസം ഉണ്ടാവും, 22, 23, 24. കാരണം എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ടൈം ഞാൻ അങ്ങനെ മാറ്റിയത്. അത് മാത്രമല്ല ശനിയാഴ്ച ഈവനിങ് ക്ലാസ് വരുന്നത്. സോ എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഓഫീസും കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. സോ 19, 21, 22 ആൻഡ് 23. 22 മാത്രമാണ് ഏർലി മോർണിംഗ്. നമ്മുടെ ശ്രീനാരായണ ഗുരു സമാധി ആ ദിവസം മാത്രം ഏർലി മോർണിംഗ്. ബാക്കി ദിവസമെല്ലാം ഈവനിങ് ആയിരിക്കും ക്ലാസ്. ഞാൻ ചാനൽ ഒന്ന് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഇന്ന് വൈകിട്ട് ഞാൻ നമ്മുടെ പുതിയ അഭ്യാസ് 2 ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ബിഫോർ യു കം ടു ദ മെന്റർഷിപ്പ് മീറ്റിംഗ് അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ അഭ്യാസ് 1 കംപ്ലീറ്റ് ചെയ്യുക, അഭ്യാസ് 2 കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. സോ നിങ്ങൾക്ക് സമയവും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്ലോട്ട് ഞാൻ നാളത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം, മെന്റർഷിപ്പിന്റെ സ്ലോട്ട്. അപ്പൊ എന്നോട് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആകെ 3 പേര് എന്നോട് പറഞ്ഞത്. 3 പേര് മാത്രം എന്നോട് റെസ്പോണ്ട് ചെയ്തത് എന്താ സാർ, ഈ സ്ലോട്ട് ഓക്കെ ആണ്, ഈ സ്ലോട്ട് മതി, ഈ സ്ലോട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇനി ആരും പറയാണ്ട്, ഞാൻ ഇട്ട് കഴിഞ്ഞു. സോ നാളത്തേക്ക് ഞാൻ സ്ലോട്ട് അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ
ആ സ്ലോട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, സോ ഞാൻ എല്ലാവരുടെയും വർക്കിങ്ങിൻ്റെ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. സോ നിങ്ങൾ പറ്റുന്നവർ എന്നോട് അറിയിക്കുക, ആ സമയത്ത് പറ്റുമെങ്കിൽ. ഓക്കെ അല്ലെങ്കിൽ അതും പറയാം, വേറെ ഡേറ്റ് നോക്കാം. ഓക്കെ, സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ആർ ഡിസ്കസിങ് അബൌട്ട് GDP ആയിരുന്നു അല്ലേ, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അതുപോലെ ഹൗ വി ആർ മെഷറിങ് GDP ഗ്രോത്ത്. അതുപോലെ ഹൗ വി കുഡ് measure the real GDP, nominal GDP, എന്താണ് അവയുടെ വ്യത്യാസം, അതുപോലെ GDP ഡിഫ്ലേറ്റർ, ഇതെല്ലാം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ. സോ റിയൽ GDP, നോമിനൽ GDP, GDP ഡിഫ്ലേറ്റർ, ദ കൺസെപ്റ്റ് ഓഫ് ബേസ് ഇയർ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ വി ഓൾസോ ഡിസ്കസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ. ഒരു കൺട്രിയുടെ പ്രോഗ്രസ് ഏത് രീതിയിലായിരിക്കും വരുന്നത്, അതാണ് ബിസിനസ് സൈക്കിളിൽ പറഞ്ഞത്. ഇനിഷ്യലി ഗ്രോത്ത് ഫേസ്, then boom phase, then slow down phase, then recession phase, then there is depression phase, and finally there is recovery. So these are the phases in a business cycle. So ഓരോ ഫേസിനെയും പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്ലോ ഡൗൺ ഫേസിന്റെ പ്രത്യേകത എന്താണ്, ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം റിസഷൻ ഫേസ് എന്ന് പറഞ്ഞു. എന്താ ഡിഫറൻസ്? Can you say what is the difference between slow down phase and recession phase? എന്തായിരുന്നു വ്യത്യാസം? Slow down phase economy declines, but in the recession phase it becomes negative. Economic growth. Slow down phase എന്ത് ഡിക്ലൈൻ ചെയ്യും? നെഗറ്റീവ് ആവുന്നില്ല സ്ലോ ഡൗൺ ഫേസിൽ, പക്ഷേ റിസഷൻ ഫേസിൽ നെഗറ്റീവ് ആവും. സ്ലോ ഡൗൺ ഫേസ് പറയുമ്പോൾ ഡിക്ലൈൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? GDP ഡിക്ലൈൻ ചെയ്യുന്നില്ല. ഇൻ സ്ലോ ഡൗൺ ഫേസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ സ്ലോ ഡൗൺ ഫേസ് നമ്മൾ പറഞ്ഞിരുന്നു, സൈക്കിൾ ഓർമ്മ ഉണ്ടാവില്ല എല്ലാവർക്കും. സോ ഇതായിരുന്നു സൈക്കിൾ അല്ലേ. സ്ലോ ഡൗൺ ഫേസ് പറയുമ്പോൾ എന്താ, ഈ ഒരു ഫേസ് ആണ്. പ്രത്യേകത എന്താ, ഗ്രോത്ത് ഉണ്ടപ്പോഴും GDP ഡിക്ലൈൻ ചെയ്യുന്നില്ല. GDP ചുരുങ്ങുന്നുണ്ടോ? ഇല്ല. അന്ന് പറഞ്ഞ ഓർമ്മയില്ലേ എക്സാമ്പിൾ, 100 110 ആയി, then 115 ആയി, 118 ആയി, 119 ആയി. നോക്കുവാണെങ്കിൽ ഈ ഒരു ടൈമിൽ എല്ലാം എന്താണ്, GDP വളരുന്നുണ്ട്, GDP ഡിക്ലൈൻ ചെയ്യുന്നില്ല, ചുരുങ്ങുന്നില്ല. ചുരുങ്ങുന്ന എപ്പോഴാണ്? ഇറ്റ് ഈസ് ഇൻ റിസഷൻ ഫേസ്. റിസഷൻ ഫേസ് ആകുമ്പോഴാണ് എന്ത്, GDP നെഗറ്റീവ് ആവുന്നത്, GDP ഗ്രോത്ത് നെഗറ്റീവ് ആവുന്നു, GDPയുടെ വാല്യൂ ഷ്രിങ്ക് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. സോ സ്ലോ ഡൗൺ ഫേസിൽ പോസിറ്റീവ് ഗ്രോത്ത് തന്നെയാണ്, പക്ഷേ ഓൺ എ ഡിക്രീസിങ് ഫേസ് ആണ്. പോസിറ്റീവ് ഗ്രോത്ത് ആണ്, പക്ഷെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. ഗ്രോത്ത് 8, 7, 6, 5 എന്ന് പറഞ്ഞിങ്ങനെ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ റെസഷൻ ആണെങ്കിലോ നെഗറ്റീവ് ആണ്, -1, -2, -3, -4 എന്ന് പറഞ്ഞ ഗ്രോത്ത് നെഗറ്റീവായി ഇരിക്കുന്നു. ഇതായിരുന്നു മെയിൻ ഡിഫറൻസ്. ഓക്കെ, സോ ഐ തിങ്ക് യു ഓൾ ആർ aware about this business cycle, and now we are going to discuss the recent trends in the growth, or in the recent trends of GDP growth in India. So നമ്മുടെ ഇന്ത്യയിലെ ഈ അടുത്തിടയിലെ GDPയുടെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു, അതിന്റെ ട്രെൻഡ് എങ്ങനെയായിരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. സോ the first main thing that I want to discuss you is that the recession that happened in Indian economy. So ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം, അതാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കണ്ടിരുന്നു കോവിഡ് ടൈം അല്ലെ, 2020-21. So the financial year 2020 was the year of first wave of COVID. നമ്മുടെ കോവിഡിന്റെ ആദ്യ വേവ് വരുന്നത് 2020-21. സോ ഇതിന്റെ ഭാഗമായിട്ട് in order to tackle COVID pandemic, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് അനൗൺസ്ഡ് ലോക്ക്ഡൗൺ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. സോ ഈ ലോക്ക്ഡൗൺ അനൗൺസ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിയും പല മേഖലയിലും ദ എക്കണോമി വാസ് ഷട്ട് ഡൗൺ. സർവീസ് സെക്ടർ, മാനുഫാക്ചറിങ്, ഇവരെല്ലാം എന്താണ്, ദ എക്കണോമി വാസ് ക്ലോസ് ഡൗൺ. ഇപ്പം ട്രെയിന് ഓടുന്നില്ല, അതുപോലെ ഈ പറഞ്ഞ ബസ് സർവീസ് ചുരുങ്ങി, എയർക്രാഫ്റ്റ് സർവീസ്, ഇപ്പം എയർപോർട്ടുകൾ പലതും ക്ലോസ് ചെയ്തു, മൂവ്മെന്റ് ഓഫ് പീപ്പിൾ റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടു. അതുപോലെ ഈ പറഞ്ഞ തിയേറ്റേഴ്സ്, സർവീസ് സെക്ടർ,
അതെല്ലാം എന്താണ്? ഇപ്പൊ സ്കൂളുകൾ ഒന്നും ഓപ്പൺ അല്ല, എല്ലാം ഓൺലൈൻ എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ സി there was a shutdown of economy during COVID-19. COVID-19 നമ്മുടെ എക്കണോമി ഷട്ട്ഡൗൺ ആണ്. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് നമ്മൾ കണ്ടു in the financial year 2020-21, in the first 2 quarters, we have experienced negative growth. എന്താ പറഞ്ഞേ? 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യ 2 പാദത്തിൽ നമ്മുടെ കൺട്രിയില് നെഗറ്റീവ് വളർച്ച നിരക്ക് രേഖപ്പെടുത്തി. സോ നമ്മൾ പറഞ്ഞിരുന്നു, ആസ് പെർ RBI, GDP ഗ്രോത്ത് 2 അടുത്തടുത്ത ക്വാർട്ടേഴ്സിൽ, ഓർമ്മയുണ്ടോ? GDP ഗ്രോത്ത് 2 അടുത്തടുത്ത ക്വാർട്ടേഴ്സിൽ നെഗറ്റീവ് ആവുകയാണെങ്കിൽ എന്ത് പറയും അതിന്? ദ എക്കണോമി ഈസ് സെഡ് ടു ബി ഇൻ ടെക്നിക്കൽ റിസഷൻ. സോ നോക്കുവാണെങ്കിൽ ഇൻ ഇന്ത്യ ഡ്യൂറിങ് 2020-21 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ 2 അടുത്തടുത്ത പാദത്തിൽ, 2 അടുത്തടുത്ത ക്വാർട്ടറിൽ വി ഹാവ് രജിസ്റ്റേർഡ് എ നെഗറ്റീവ് ഗ്രോത്ത്. സോ ആദ്യ പാദത്തിൽ നോക്കുവാണെങ്കിൽ വി ഹാവ് രജിസ്റ്റേർഡ് negative 24.4. സോ ഏപ്രിൽ മെയ് ജൂൺ കോവിഡ് വർഷത്തിന്റെ ആദ്യ ക്വാർട്ടർ 2020-21 ഫസ്റ്റ് ക്വാർട്ടർ, ദാറ്റ് ഈസ് ഏപ്രിൽ മെയ് ജൂൺ, ഈ പാദത്തില് negative 24.4 ആയിരുന്നു എന്ത്? ഇന്ത്യയുടെ വളർച്ചാ നിരക്ക്. വിച്ച് മീൻസ് തൊട്ട് മുന്നത്തെ വർഷം 2019-20 ഇന്ത്യയുടെ GDP നിരക്ക് 100 രൂപയാന്ന് വെച്ചോ Q1. സോ തൊട്ട് മുന്നത്തെ വർഷം 2019-20 ഫിനാൻഷ്യൽ ഇയറിലെ Q1 100 രൂപയായിരുന്നു ഇന്ത്യയുടെ GDP എങ്കിൽ 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യ പാദത്തിൽ അതെന്തായി മാറി? ഇറ്റ് ഹാസ് ഡിക്ലൈൻ ടു 75.6. കാരണം 24.4% അവിടെ കുറഞ്ഞു എന്നാ പറഞ്ഞത്. GDP ഷ്രിങ്ക് ചെയ്തു. അതിന് കാരണം എന്താ? GDP എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൺട്രിയിലെ ഈ പറഞ്ഞ എക്കണോമിക് ആക്ടിവിറ്റികളുടെ മെഷർമെന്റ് ആണ്. അവിടെ നിർമ്മിക്കപ്പെടുന്ന ഫൈനൽ ഔട്ട്പുട്ടുകളുടെ മെഷർമെന്റ് ആണ്. സോ നിർമ്മാണം നടക്കുന്നില്ല, നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖല, വ്യവസായങ്ങൾ, ഇവയെല്ലാം എന്ത് ചെയ്തു? ക്ലോസ് ഡൗൺ ആണ്. സോ ഈ പറഞ്ഞ പ്രതിസന്ധി മൂലം GDP-യിലെ നെഗറ്റീവ് വലിയൊരു ഇടിവ് അവിടെ രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ക്വാർട്ടർ Q2 വി ക്യാൻ സി വി ഹാവ് രജിസ്റ്റേർഡ് എ നെഗറ്റീവ് ഗ്രോത്ത്. സോ അടുത്തടുത്ത ക്വാർട്ടറിൽ 2 സക്സസീവ് ക്വാർട്ടറിൽ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് വരികയാണെങ്കിൽ വി ക്യാൻ സേ ദ എക്കണോമി ഈസ് ഇൻ ടെക്നിക്കൽ റിസഷൻ. അതുപോലെ നമ്മുടെ കോവിഡ് കാലത്ത് 2020-21 ഫിനാൻഷ്യൽ എടുക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മേഖലയിലും ഒരു ഇമ്പാക്ട് വന്നിട്ടുണ്ട്. ഇപ്പം കാർഷിക മേഖലയായാലും വ്യവസായ മേഖലയായാലും സേവന മേഖലയായാലും വി ക്യാൻ സി എവറി സെക്ടർ ഗോട്ട് അഫക്റ്റഡ്. പക്ഷേ കോവിഡ് മൂലം വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാവാത്ത, കോവിഡ് മൂലം ഏറ്റവും കുറച്ച് ഇമ്പാക്ട് ഉണ്ടായ മേഖല ഏതെന്ന് പറയാമോ? കോവിഡ് മൂലം ഏറ്റവും കുറച്ച് ഇമ്പാക്ട് ഉണ്ടായ മേഖല ഏതെന്ന് പറയാമോ? സർവീസ് അല്ല. വെരി ഗുഡ്. ഇറ്റ് ഈസ് അഗ്രികൾച്ചർ ആണ്, കാർഷിക മേഖലയാണ്. ഇപ്പൊ സേവന മേഖല നോക്കുമ്പോൾ കോവിഡ് മൂലം ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യപ്പെട്ട, കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായ മേഖല നോക്കുവാണെങ്കിൽ സേവന മേഖല, വ്യവസായ മേഖല, ഇവയെല്ലാം എന്താണ്? വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യപ്പെട്ടു. ഇപ്പം വ്യവസായ മേഖല എടുക്കുവാണെങ്കിൽ ഇൻഡസ്ട്രീസ് പ്രൊഡക്ഷൻ നടത്തുന്നില്ല, നിർമ്മാണം നടത്തുന്നില്ല. നിർമ്മാണ മേഖല നിലച്ചു, നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖല നിലച്ചു. നമുക്ക് ഓർമ്മയുണ്ടാവും 2020 കോവിഡ് ടൈമില് മൈഗ്രന്റ് മൂവ്മെന്റ്, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് അവരുടെ ഹോം പ്ലേസിലേക്ക് പോയി. അതിന് പോകുന്ന വഴിക്ക് കുറെ പേര് മരിച്ചുപോയി. ഓർമ്മയില്ലേ? കാരണം ട്രെയിൻ മൂവ്മെന്റ് ഇല്ല, ഈ ട്രെയിൻസ് ബസ്സുകളൊന്നും ഓടുന്നില്ല. ഈ പറഞ്ഞ ബോർഡേഴ്സിലെ ചെക്കിങ്ങും ബോർഡേഴ്സില് ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്. സോ വി ഹാവ് സീൻ ദ ഡെത്ത് ഓഫ് മൈഗ്രന്റ് ലേബറേഴ്സ് ഹു ആർ മൂവിംഗ് ഫ്രം അവർ സ്റ്റേറ്റ് ടു ദർ നേറ്റീവ് ലാൻഡ്. ഇപ്പം ബംഗാളിലേക്കും ബീഹാറിലേക്കും UP-യിലേക്ക് പോയ കുറെ തൊഴിലാളികൾ പോകുന്ന വഴിക്ക് മരിച്ചു പോയി കണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ സേവന മേഖല എടുക്കുമ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലെ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, എല്ലായിടത്തും എന്താണ്?
തളർച്ചയുണ്ടായി, ഇമ്പാക്ട് രേഖപ്പെടുത്തി. എന്നാൽ കാർഷിക മേഖല ആ സമയത്ത് വലിയ ഇതിൽ ഇമ്പാക്ട് ഉണ്ടായില്ല. സോ കോവിഡ് ടൈമിൽ ഏറ്റവും കുറച്ച് ഇമ്പാക്ട് ഉണ്ടായ മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഗ്രികൾച്ചർ സെക്ടർ ആണ്. ആസ് പെർ ദ എക്കണോമിക് സർവേ 2020-21 നമ്മുടെ 2020-21 വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്യുന്ന 2020-21 എക്കണോമിക് സർവേ പ്രകാരം, ആസ് പെർ ദ എക്കണോമിക് സർവേ ഓഫ് 2020-21, ഇറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് കോവിഡ് മൂലം ഏറ്റവും കുറച്ച് ബാധിക്കപ്പെട്ട മേഖല കാർഷിക മേഖലയാണ്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കോവിഡ് സമയത്ത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ഈ ലോക്ക്ഡൌൺ റെസ്ട്രിക്ഷൻ ആദ്യമായി റിവോക്ക് ചെയ്തത് കാർഷിക മേഖലയ്ക്കാണ്. സോ ഏപ്രിൽ മെയ് സമയത്തെല്ലാം എന്താണ്, വി ആർ ഹാവിംഗ് ലോക്ക്ഡൌൺ ഇൻ ഇന്ത്യ. എന്നാൽ ഏപ്രിൽ ടൈമിൽ തന്നെ നമുക്കറിയാം, ഏപ്രിൽ ടൈം എന്ന് പറയുമ്പോൾ ഹാർവെസ്റ്റ് ടൈം ആണ്. പല സംസ്ഥാനത്തും ഹാർവെസ്റ്റിംഗ് ടൈം പീരീഡ് ആണ് ഏപ്രിൽ മെയ് സമയം എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് റിവോക്ക് റെസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്തു, കുറെ അധികം പിൻവലിച്ചു. കാരണം ഹാർവെസ്റ്റ് ടൈം ആണ്. കർഷകർക്ക് ഈ പറഞ്ഞ നെല്ലായാലും അല്ലെങ്കിൽ അവർ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊയ്യാൻ പറ്റണം, അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയണം, അത് വിൽക്കാൻ കഴിയണം. എന്തുണ്ടാവണം, ഈ നിയന്ത്രണങ്ങൾ റെഡ്യൂസ് ചെയ്യണം. സോ കാർഷിക മേഖലയാണ് ആദ്യമായി ഓപ്പൺ അപ്പ് ആക്കിയത്. കോവിഡ് നിയന്ത്രണത്തിൽ നിന്ന് ആദ്യമായിട്ട് ഓപ്പൺ ആക്കിയ മേഖല കാർഷിക മേഖലയാണ്. അത് മാത്രമല്ല, ഫുഡ് എന്ന് പറയുമ്പോൾ എസൻഷ്യൽ കമ്മോഡിറ്റിയാണ്, എല്ലാവർക്കും വേണ്ട ഉൽപ്പന്നമാണ്. എന്നുവെച്ചാൽ അവരവർക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, ജീവിച്ചു പോകണമെങ്കിൽ ആഹാരം ആവശ്യമാണ്. സോ കാർഷിക മേഖലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എന്ന് പറയാതെ നമ്മള് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ ഇവയൊക്കെയാണെന്ത് പ്രധാനമായും ഒരു വ്യക്തിക്ക് വേണ്ട ആവശ്യമായ ഘടകങ്ങൾ. സോ ഈ പറഞ്ഞ ഫുഡ് കാർഷിക മേഖല ഉണ്ടെങ്കിലേ നിലനിൽക്കത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോവിഡ് കാലത്ത് ഒരു സ്കീം ലോഞ്ച് ചെയ്തിരുന്നു, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഓർമ്മയുണ്ടോ? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈഗ്രൻസിനെയും അതുപോലെ BPL ഹൗസ് ഹോൾഡ്സിനെയൊക്കെ എയിം ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് ആണ്. സോ നമ്മൾ പിന്നെ പഠിക്കും ഈ സ്കീമിനെ പറ്റി. സോ ഗരീബ് കല്യാൺ യോജന വഴിയും ഗവൺമെന്റിന്റെ ഫുഡ് പ്രൊക്യൂർമെന്റ് വർദ്ധിച്ചു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കർഷകരുടെ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നത്, അത് സ്റ്റോക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ കോവിഡ് ടൈമിൽ. സോ ഇതെല്ലാം മൂലം കാർഷിക മേഖല ഇമ്പാക്ട് ചെയ്യപ്പെട്ടെങ്കിലും വലിയൊരു ഇമ്പാക്ട് ഉണ്ടായില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും ഡ്യൂറിങ് കോവിഡ് ടൈം. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ദ ട്രെൻഡ് ഓഫ് ഇന്ത്യൻ എക്കണോമി. സോ ഇത് നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ ആൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. ഈ കോവിഡ് വരുന്നതിന് മുന്നേ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ ബിഫോർ ദ ഒക്കറൻസ് ഓഫ് കോവിഡ് വരുന്നത് 2020 എന്നാൽ അതിന് മുന്നേ തന്നെ നമ്മുടെ എക്കണോമി വാസ് ഗോയിങ് ത്രൂ എ സ്ലോ ഡൗൺ ഫേസ്. 2019 ഫിനാൻഷ്യൽ ഇയറിൽ നോക്കുവാണെങ്കിൽ എന്താ, ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ബിഫോർ ദ ഒക്കറൻസ് ഓഫ് COVID-19 പാൻഡമിക് അവർ എക്കണോമി വാസ് ഓൾറെഡി ഇൻ എ സ്ലോ ഡൗൺ ഫേസ്. നമ്മുടെ എക്കണോമി എന്താണ്, ഓൾറെഡി ഒരു സ്ലോ ഡൗൺ ഫേസിലായിരുന്നു. ഗ്രോത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്, ഗ്രോത്ത് പോസിറ്റീവാ, പക്ഷെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മേലെയാണെന്ത്, കോവിഡ് വരുന്നത്. നമ്മൾ പറയാറില്ലേ, കൂനിന്മേൽ കുരു എന്ന് പറയത്തില്ലേ. സോ ഓൾറെഡി എക്കണോമി വാസ് സ്ട്രഗ്ലിംഗ്. ആ സമയത്താണ് ഒരു വെള്ളിടി പോലെ കോവിഡ് വരുന്നത്. അങ്ങനെ എന്ത് പറ്റി, ഈ ഗ്രോത്ത് നെഗറ്റീവായി, വലിയ ഇതിലേക്ക് ഡിപ്പ് ചെയ്തു, സ്ലം ചെയ്തു നമ്മുടെ GDP. ആൻഡ് യു ക്യാൻ സീ ദ values or GDP growth rate in the financial year 2020-21. So 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ ഓരോ ക്വാർട്ടറിലെയും ഗ്രോത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഫസ്റ്റ് ക്വാർട്ടറിൽ -24.4 ആണ് ഗ്രോത്ത് വരുന്നത്. സെക്കൻഡ് ക്വാർട്ടറിൽ -7.44. On third quarter, you can see our economy has revived, has recovered from the pandemic. Started recovery from the pandemic. Started recovery from the pandemic. പാൻഡമിക്കിൽ നിന്ന് റിക്കവറി ചെയ്യാൻ തുടങ്ങി. നോക്കുവാണെങ്കിൽ ഗ്രോത്ത് എന്തായി, നെഗറ്റീവ് കുറഞ്ഞ് പോസിറ്റീവ് ഗ്രോത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ്
fourth quarter we have registered a positive growth. So third and fourth we have registered positive growth. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം second quarter കഴിഞ്ഞ് technical recession നിന്ന് ഇന്ത്യ എന്ത് ചെയ്തു? India has exited. India exit ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. Okay, after the second quarter India has exited. Second quarter കഴിഞ്ഞ് third quarter ആയപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? Technical recession നിന്ന് exit ചെയ്തു. Because we have registered a positive GDP growth. Okay. അതുപോലെ തന്നെ ഈ ഗ്രോത്തിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ we are seeing that there are different types of recovery. അടുത്ത് പറയാൻ പോകുന്നത് types of recovery ആണ്. There are different types of recovery. So നമ്മൾ ഇപ്പോഴത്തെ നോക്കിയേ 2020-21 ക്വാർട്ടർ ഫിനാൻഷ്യൽ ഇയർ നോക്കാം. എന്താ പറ്റിയത്? നമുക്ക് വലിയൊരു നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടായി. ഒരു സഡൻ ഡിപ്പാണ്. ഫസ്റ്റ് ക്വാർട്ടറിൽ ഹ്യൂജ് ഡിപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ -24.4 നിന്ന് -7.4 ആയിട്ട് ഈ പറഞ്ഞ ഗ്രോത്ത് കുറഞ്ഞു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രോത്ത് മികച്ചതായി. അത് കഴിഞ്ഞ് വി ഹാവ് രജിസ്റ്റേർഡ് എ പോസിറ്റീവ് 4.6, then 1.46. ആൻഡ് ഈ റിക്കവറി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇഫ് യു ആർ സീയിങ് ദ ഷേപ്പ് ഓഫ് ദിസ് റിക്കവറി, എങ്ങനെയാണ് ഷേപ്പ് വന്നേക്കുന്നത്? എന്തൊരു ഷേപ്പാണ് ഈ ഷേപ്പ്? എങ്ങനെ ഇരിക്കുന്നത്? വലിയൊരു ഡിക്ലൈൻ വന്നു, പെട്ടെന്ന് ഈ പറഞ്ഞ ഡിക്ലൈൻ കുറഞ്ഞു പോസിറ്റീവായി. എന്ത് ഷേപ്പായത്? വാട്ട് ഈസ് ദിസ് ഷേപ്പ്? ഈ റിക്കവറിയുടെ ഷേപ്പ് എന്തെന്ന് പറയാം നമുക്ക്? എങ്ങനെ ഇരിക്കുന്നു കണ്ടിട്ട്? വി. വെരി ഗുഡ്. സോ നോക്കൂ, ദിസ് ഈസ് എ വി ഷേപ്ഡ് റിക്കവറി. സോ 2020-21 ഫിനാൻഷ്യൽ ഇയർ സമയത്ത് ഇന്ത്യയുടെ ഗ്രോത്ത് അസസ് ചെയ്യുമ്പോൾ 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് അസസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഫസ്റ്റ് ക്വാർട്ടറിൽ വി ഹാവ് രജിസ്റ്റേർഡ് എ ഹ്യൂജ് ഡിക്ലൈൻ ഇൻ GDP. നമ്മുടെ GDP-യിൽ വലിയൊരു ഇടിവ് നമുക്ക് കാണാൻ കഴിയും. -24.4 എന്ന ഒരു ഹ്യൂജ് ഡിക്ലൈൻ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ക്വാർട്ടറിൽ ആ ഡിക്ലൈൻ കുറച്ച് മെച്ചതായി. -24.4 എന്ന് 7.4 ആയിട്ട് മികച്ചതായി. ആൻഡ് അടുത്ത ക്വാർട്ടറിൽ എന്താ? പോസിറ്റീവായി. സോ വി ക്യാൻ സി ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും, they said that India has experienced a V-shaped recovery during COVID pandemic എന്നാ പറഞ്ഞത്. ഈ കോവിഡ് പാൻഡമിക് സമയത്ത്, കോവിഡ് പാൻഡമിക് കഴിഞ്ഞ് ഇന്ത്യ V-shaped റിക്കവറി ആണ് എക്സ്പീരിയൻസ് എന്നാ പറഞ്ഞത്. അതിന് കാണാൻ പറഞ്ഞ ഇങ്ങനെയാണ്: ഫസ്റ്റ് ക്വാർട്ടറിൽ വലിയൊരു ഡിക്ലൈൻ, അത് കഴിഞ്ഞ് ഈ ഡിക്ലൈൻ കുറച്ച് മികച്ചതായി, പിന്നെ പോസിറ്റീവായി, ദെൻ അഗൈൻ പോസിറ്റീവ്. ഒരു V-shaped റിക്കവറി ആണ് ഇന്ത്യ എക്സ്പീരിയൻസ് എന്നാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞാണ് V-shaped റിക്കവറി. എന്നാൽ some economists in India, they suggested that India has experienced a K-shaped recovery. So നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ എന്താണ്? ഇന്ത്യയിൽ V-shaped ആണ് റിക്കവറി എന്ന് പറഞ്ഞു. എന്നാൽ ചില എക്കണോമിസ്റ്റ് പറഞ്ഞത്, ഇന്ത്യയിലുള്ള എക്കണോമിസ്റ്റുകൾ പറഞ്ഞത്, we have not experienced V-shaped, but we have experienced K-shaped എന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം എന്താണ് ഈ K-shaped എന്ന്. സോ ഇവിടെ നോക്കൂ, നമ്മുടെ GDP, ദിസ് ഈസ് ദ ബിസിനസ് സൈക്കിൾ. ഇതാണ് ബിസിനസ് സൈക്കിൾ. സോ ഗ്രോത്ത്, ബൂം, സ്ലോ ഡൗൺ, റിസഷൻ, റിക്കവറി. സോ നമ്മുടെ എക്കണോമിയിൽ K-shaped ആണ് എന്ന് പറയാൻ കാരണം, ഡ്യൂറിങ് കോവിഡ് ടൈം ചില മേഖലയ്ക്ക് നമ്മുടെ എക്കണോമി പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? റിസഷനിലേക്ക് പോയി. നമ്മുടെ എക്കണോമി ഓവറോൾ വി ക്യാൻ സേ ദ എക്കണോമി ഹാസ് എൻറ്റേർഡ് ഇൻ ടു റിസഷൻ. എന്നാൽ ആഫ്റ്റർ സം ടൈം, കോവിഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ കോവിഡിന്റെ ആ ഫേസിന്റെ ഇമ്പാക്ട് കുറയുന്നതനുസരിച്ച് ചില മേഖലകൾ പെട്ടെന്ന് എന്ത് ചെയ്തു? റിക്കവർ ചെയ്തു. എന്നാൽ ചില മേഖലകൾ they took some time for recovery.
എസ്പെഷ്യലി നമ്മുടെ ഇ-കൊമേഴ്സ് സെക്ടർ, ഇ-കൊമേഴ്സ്, IT സെക്ടർ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇ-കൊമേഴ്സ് മേഖല നമുക്കറിയായിരിക്കുമല്ലോ. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെയുള്ള ഇ-കൊമേഴ്സ് സെക്ടർ, they have registered a better recovery post pandemic. ഈ പാൻഡമിക്കിന് ശേഷം ഒരു മികച്ച റിക്കവറി ഇ-കൊമേഴ്സ് മേഖലയ്ക്ക് ഉണ്ടായി. കാരണം ആളുകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കുറച്ച് പ്രിഫർ ചെയ്തു. കാരണം കോവിഡ് ആയതുകൊണ്ട് മൂവ്മെന്റ് കുറവാണല്ലോ, ആൾക്കാർക്ക് പുറത്തു പോകാനുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് പ്രിഫർ ചെയ്തു. ഇപ്പൊ ഓൺലൈൻ വഴി വി ക്യാൻ പർച്ചേസ് ഗ്രോസറി, വെജിറ്റബിൾസ്, അതുപോലെ ഈ പറഞ്ഞ മീറ്റ് പർച്ചേസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഓൺലൈൻ നമുക്ക് ഡെലിവറി ഉണ്ട്. സോ ഡ്യൂറിങ് കോവിഡ് ടൈം, rather than going to a shop or a മാൾ, ആളുകൾ കൂടുതലും ഓൺലൈൻ ഷോപ്പിംഗ് പ്രിഫർ ചെയ്തു. അതുപോലെ IT മേഖലയും ഈ കോവിഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ കോവിഡിന്റെ ഒരു 3-4 മാസം കഴിഞ്ഞ് പെട്ടെന്ന് എന്ത് ചെയ്തു, റിക്കവർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ MSME സെക്ടർ, അതുപോലെ ഹോട്ടൽ ബിസിനസ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ്, ഇവയൊക്കെ ടൂറിസം, ഇവയൊക്കെ എന്താണ് പെട്ടെന്ന് റിക്കവർ ആയില്ല. സോ വി ക്യാൻ സി നമ്മുടെ റിക്കവറി വരയ്ക്കുമ്പോൾ കുറച്ച് മേഖല എന്ത് ചെയ്തു, റിക്കവർ ചെയ്യുന്നു, കുറച്ച് മേഖല ഇങ്ങനെ താഴോട്ട് പോകുന്ന പോലെ, ദേ ആർ നോട്ട് റിക്കവറിങ്. സോ വി ക്യാൻ സി കേസിൽ പറയാൻ കാരണം എന്താ, റിക്കവറി ഫേസ് നോക്കുമ്പോൾ കുറച്ച് മേഖല റിക്കവർ ചെയ്യുന്നു, എന്നാൽ വേറെ കുറച്ച് മേഖല ദേ ആർ സ്റ്റിൽ ലാഗിങ്, ദേ ആർ നോട്ട് റിക്കവറിങ് പ്രോപ്പർലി. നമ്മുടെ മറ്റു മേഖലകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇ-കൊമേഴ്സോ IT മേഖലയോ റിക്കവർ ചെയ്യുന്ന പോലെ പെടുന്ന റിക്കവറിങ് ഉണ്ടായില്ല. അവർ പെതുക്കെ റിക്കവർ ചെയ്യുന്നു. ഒരു കെ ഷേപ്പിലേക്കാണ് ഇത് റിക്കവറി പോകുന്നത്. ഒരെണ്ണം പെട്ടെന്ന് പോകുന്നു, ഒരെണ്ണം പെയ്യനെ കയറി പോകുന്നു. മനസ്സിലായോ? സോ വി ക്യാൻ സി സം എക്കണോമിസ്റ്റ്, they suggest that India has not experienced V-shaped. നമ്മൾ V-shape അല്ല ഉണ്ടാക്കിയത്. V-shape പറയാൻ പറ്റും. എങ്ങനെയാണ്? We can say India has experienced V-shaped when we are taking economy as a whole. നമ്മുടെ എക്കണോമി പൂർണ്ണമായി എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ എക്കണോമി പൂർണ്ണമായി എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, we have experienced a V-shaped recovery. എന്നാൽ when we are taking the sectors വെച്ച് നോക്കുകയാണെങ്കിൽ we can see some sectors has recovered easily, while some sectors has struggled in recovery. ചില സെക്ടേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നു, ചില സെക്ടേഴ്സ് എന്താ പെട്ടെന്ന് റിക്കവർ ചെയ്തു. ഇതാണ് എന്ത്, K-shaped recovery. സോ നിങ്ങൾ ചോദിക്കുകയാണെന്ന് വെച്ചോ, എക്സാം ചോദിക്കുകയാണ്, ഡ്യൂറിങ് കോവിഡ് ടൈം ഇന്ത്യ ഹാസ് എക്സ്പീരിയൻസ്ഡ് V-shaped recovery എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഷുവർലി റൈറ്റ് ദാറ്റ് ആൻസർ. കാരണം എന്താ, ദാറ്റ് ഈസ് ദ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡൺ ബൈ ദ ഗവൺമെന്റ് ആണ്. നമ്മുടെ ധനമന്ത്രാലയത്തിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ്. അതുപോലെ എക്കണോമിക് സർവേയിൽ ഒഫീഷ്യലി പറയുന്നതാണ് എന്ത്, ഇന്ത്യയില് V-shaped recovery ഉണ്ടായി എന്ന്. എന്നാൽ മറ്റ് എക്കണോമിക്സ് പറയുന്നത് എന്താ, K-shaped ആണ്. എന്തുകൊണ്ട് പറയുന്നു എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതർ ടൈപ്സ് ഓഫ് റിക്കവറി നോക്കുകയാണെങ്കിൽ ഒന്നാണ് U-shaped recovery. U-shaped recovery ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മറ്റെങ്ങനെയാണ്, V-shaped ആണ്. ഡിപ്പ് ഉണ്ടായി, പെട്ടെന്ന് എന്ത് ചെയ്തു, കയറിപ്പോയി. U-shaped എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പ് ഉണ്ടായി, പ്രശ്നം ഉണ്ടായി, ബട്ട് ഇറ്റ് ടേക്സ് സം ടൈം. റിക്കവർ ആകാൻ എന്താ, സമയം എടുക്കും. കുറച്ചു നേരം ഈ പറഞ്ഞ ഡിപ്രഷൻ ഫേസിങ്ങിനെ പോയി അതിനുശേഷം റിക്കവർ ആകും. സോ വി ക്യാൻ സി ദ ഷേപ്പ് ഓഫ് ദിസ് കർവ് ഈസ് എ U-shape. ഇപ്പൊ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് എ U-shaped recovery. സോ ഒരു എക്കണോമി റെസഷൻ എത്തിക്കഴിഞ്ഞാൽ, ഒരു എക്കണോമി റെസഷനിലേക്ക് പോയി കഴിഞ്ഞ് റിക്കവറിക്ക് സമയം എടുക്കുകയാണെങ്കിൽ, ഇറ്റ് ടേക്സ് സം ടൈം. ഇഫ് ദ എക്കണോമി ടേക്സ് സം ടൈം ടു റിക്കവർ, then we can say we will get a U-shaped recovery curve. ഒരു U-shaped recovery curve ആയിരിക്കും നമുക്ക് എന്ത് ലഭിക്കുന്നത്. ഓക്കെ, then മറ്റൊരു റിക്കവറി ആണ് W-shaped recovery. W-shaped recovery എന്താണ്, W-shaped recovery എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്കണോമി റെസഷനിൽ പോകുന്നു, ആൻഡ് എക്കണോമി ആദ്യം എന്ത് ചെയ്യും, കുറച്ചൊന്ന് മെച്ചപ്പെടും, എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, പിന്നെ താഴേക്ക് പോകും, പിന്നെ എന്ത് ചെയ്യും, റിക്കവർ ചെയ്യും. നോക്കുവാണെങ്കിൽ എന്താ പ്രത്യേകത, ഇനിഷ്യലി ഒരു എക്കണോമി ഡിപ്പ് ചെയ്തു, നെഗറ്റീവ് ഗ്രോത്ത് കാണിച്ചു, ഈ പറഞ്ഞ എക്കണോമി താഴേക്ക് പോയി. എന്നാൽ
after entering into this depression, അല്ലെങ്കിൽ after entering into this negative phase, ഈ നെഗറ്റീവ് ഫേസിൽ ആദ്യം ഒന്ന് പോയ ശേഷം എക്കണോമി എന്ത് ചെയ്യും? ഉടനെ ഒരു പോസിറ്റീവ് ഗ്രോത്ത്, അല്ലെങ്കിൽ ഉടനെ ഇറ്റ് ഷോസ് സം സൈൻസ് ഓഫ് റിക്കവറി ചെയ്യാൻ പോവുകയാണ് എന്നൊരു സൈൻ കാണിക്കും. വിച്ച് മീൻസ് ഈ നെഗറ്റീവ് ഗ്രോത്ത് കുറയും. നേരത്തെ നെഗറ്റീവ് 10 ആണെങ്കിൽ നെഗറ്റീവ് 5 ആയിട്ട് എന്ത് ചെയ്യും? കാണിക്കും. വിച്ച് മീൻസ് എന്താ? എക്കണോമി പെയ്യനെ പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നു, റിക്കവർ ചെയ്യാൻ പോകുന്നു എന്നൊരു സൈൻ കാണിക്കും. എന്നാൽ ആ സൈൻ കാണിച്ച ഉടനെ എന്ത് ചെയ്യും? എക്കണോമി പിന്നെയും താഴേക്ക് പോകും. എക്കണോമി എന്ത് ചെയ്യും? പിന്നെയും താഴേക്ക് പോകും. എന്ത് ചെയ്യും? എക്കണോമി പെയ്യെ നേരിട്ട് കയറും. സോ ഇതിന് പറയാം ഡബിൾ ഡിപ്പ് റിക്കവറി എന്ന് പറയും. ഡബിൾ ഡിപ്പ് റിക്കവറി. കാരണം എന്താ? ഒരു ഡിപ്പ് ഉണ്ടായി, അടുത്ത ഡിപ്പ് ഉണ്ടായി. ഡിപ്പ് എന്ന് വെച്ചാൽ വീഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഡബിൾ ഡിപ്പ് റിക്കവറി, ഇതാണ് എന്ത്? ഡബ്ല്യു ഷേപ്ഡ് റിക്കവറി. സോ ഹിയർ യു ക്യാൻ സി എക്കണോമി ആദ്യം ഒന്ന് താഴെ പോയി, എന്നിട്ട് പെയ്യനെ ഒന്ന് കയറാൻ പോയായിരുന്നു, എന്നാൽ പൂർണ്ണമായില്ല, പോസിറ്റീവ് ആയില്ല. അതിന് മുന്നേ എന്ത് ചെയ്തു? പിന്നെ താഴേക്ക് പോയി, പിന്നെ എന്ത് ചെയ്തു? റിക്കവർ ചെയ്തു, പോസിറ്റീവിലേക്ക് പോകുന്നു. ഇതാണ് ഡബിൾ ഡിപ്പ് റിക്കവറി ഓർ ഡബ്ല്യു ഷേപ്ഡ് റിക്കവറി. ഓക്കെ, മറ്റൊന്നാണ് എൽ ഷേപ്ഡ് റിക്കവറി. എൽ ഷേപ്ഡ് റിക്കവറി പ്രത്യേകത, താഴെ പോയി, നമ്മുടെ റെസഷനായി, ആൻഡ് എക്കണോമി ഈസ് ടേക്കിംഗ് ലോങ് ടൈം ടു റിക്കവർ. അല്ലെങ്കിൽ എക്കണോമിക്ക് റിക്കവറിലേക്ക് പോകണമെങ്കിൽ, എക്കണോമിക്ക് റിവൈവ് ചെയ്യണമെങ്കിൽ വലിയൊരു ടൈം പീരീഡ് എടുക്കുന്നു. നമ്മൾ യുവിന്റെ ടൈം അല്ല, യുവിനേക്കാൾ ഒരു ലോങ് പ്രോസസ് ആണ്. ഒരു ഹ്യൂജ് ഇയേഴ്സ്, ഒരു 2-3 ഇയേഴ്സ് ഈ പറഞ്ഞ എക്കണോമി എന്ത് ചെയ്യുന്നു? ഡിപ്രഷനിൽ സ്റ്റേ ചെയ്യുകയാണ്. ഇതാണ് എൽ ഷേപ്ഡ് റിക്കവറി. ഷേപ്പ് നോക്കൂ, ഉണ്ടോ? ഒരു എൽ കണക്ക്. സോ ഇഫ് ആൻ എക്കണോമി ആഫ്റ്റർ റിസഷൻ ഈസ് ഗോയിങ് ത്രൂ ഡിപ്രഷൻ ഫേസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഒരു 2-3 ഇയേഴ്സോളം, 2 വർഷത്തിൽ കൂടുതൽ ഒരു എക്കണോമി ഇങ്ങനെ ഡിപ്രഷൻ ഫേസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യുന്നില്ല? റിക്കവർ ആവുന്നില്ല, പോസിറ്റീവിലേക്ക് വരുന്നില്ല. ഇത് നമുക്ക് പറയാം എന്ത്? എൽ ഷേപ്ഡ് റിക്കവറി. ഈ ഷേപ്പ് ഓർത്താൽ മതി. എല്ലാത്തിനും ഷേപ്പ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം. ഇഫ് യു നോ ദ ഷേപ്പ് ഓഫ് ദിസ് കർവ്, ഡബ്ല്യു ഷേപ്പ്, യു ഷേപ്പ്, വി ഷേപ്പ്, എൽ ഷേപ്പ്, കെ ഷേപ്പ്, അതിന് ഷേപ്പ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ ഡിഫൈൻ ചെയ്യാം. സോ എക്സാമിന് വരാൻ പോകാൻ ചാൻസ് ഉള്ളത്, ഡു യു തിങ്ക് ഇന്ത്യ ഹാസ് എക്സ്പീരിയൻസ്ഡ് എ വി ഷേപ്ഡ് റിക്കവറി എന്നൊരു ചോദ്യം വരാം. ഇതൊരു പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ കൂടാണ്. അങ്ങനെ ചോദ്യം വരാം. എങ്ങനാ? ഡു യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യ ഒരു വി ഷേപ്ഡ് റിക്കവറി എക്സ്പീരിയൻസ് ചെയ്തു എന്ന്? ഇന്ത്യ ഹാസ് എക്സ്പീരിയൻസ്ഡ് എ വി ഷേപ്ഡ് റിക്കവറി എന്ന ചോദ്യം എന്ത് ചെയ്യാം? ചോദിക്കാം. സോ അപ്പൊ എന്ത് ചെയ്യാം? യു ക്യാൻ സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ വിത്ത് നമ്മുടെ ഫിഗേഴ്സ്. 2020-21 വർഷത്തെ നമ്മുടെ ട്രെൻഡ് വരച്ച് കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിനെ പൊലിപ്പിക്കാം. സോ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് റിക്കവറി അറിഞ്ഞിരിക്കുക. എൽ ഷേപ്പ്, വി ഷേപ്പ്, യു ഷേപ്പ്, കെ ഷേപ്പ് ആൻഡ് കെ ഷേപ്പ്, അല്ലെ? എല്ലാ ഷേപ്പും അറിഞ്ഞിരിക്കുക. സോ that's all about the types of recovery. Now we can see the recent trends in GDP growth of the last 2 financial years. So 2020-21-22 ഫിനാൻഷ്യൽ ഇയർ, അതുപോലെ 22-23 ഫിനാൻഷ്യൽ ഇയർ, തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷം. സോ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ we have experienced a high growth in the last financial year. 2021-22 ഫസ്റ്റ് ക്വാർട്ടറിൽ we have experienced 21.6% growth. അതുപോലെ Q2 9.1% growth, Q3 5.3 and Q4 4.0. So don't try to remember all these figures. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഫിഗർ ഒന്നും പഠിക്കില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ പറഞ്ഞ ഗ്രോത്ത് റേറ്റ് ഒന്നും അറിയരുത്, അതിന്റെ ആവശ്യമില്ല. ആകെ നമുക്ക് അറിയാൻ വേണ്ടത് കോവിഡ് ടൈമിൽ നോക്കി വെച്ചേക്കാം. കാരണം എക്സാം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ആ ഫിഗർ കോട്ട് ചെയ്യാം. അതല്ലാതെ എല്ലാ വർഷത്തെയും ഗ്രോത്ത് റേറ്റ് ഒന്നും കാണാൻ പഠിക്കരുത്. ആൻഡ് യു ക്യാൻ സി ഓവറോൾ നോക്കുവാണെങ്കിൽ 2021-22 ഓവറോൾ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 9.1% ആണെന്ത് 2021-22 ഓവറോൾ ഗ്രോത്ത് റേറ്റ്. എന്നാൽ തൊട്ട് മുന്നത്തെ വർഷം ഇറ്റ് വാസ് -7.3 ആയിരുന്നു. ആൻഡ്
അതുപോലെ 22-23 വി ക്യാൻ സി ഓവറോൾ ഗ്രോത്ത് വാസ് 7.2 ആൻഡ് ദ ക്വാർട്ടർലി ഗ്രോത്ത് ഇവിടെ കിടക്കട്ടെ. ഇനി ഒരു ചോദ്യം പറയട്ടെ, ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ ഗ്രോത്ത് കാണുമ്പോൾ നിങ്ങൾക്കൊരു വാർത്ത ഓർമ്മയുണ്ടാവും. 2021-22 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ ഫസ്റ്റ് പാദത്തില് ഗ്രോത്ത് നോക്കൂ, 21.6% ഗ്രോത്ത്. ആൻഡ് ഈ ഒരു 21.6% ഗ്രോത്ത് ഇത് വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ സ്പീച്ചിലൊക്കെ പറഞ്ഞു, ഇന്ത്യ വളരുകയാണ്, 21.6% ഗ്രോത്ത് നമുക്ക് ഉണ്ടായി, വി ആർ ഗ്രോയിങ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ് എന്നൊക്കെ പറഞ്ഞു. സോ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് 2021-22 നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു ഗ്രോത്ത് ഷോ ചെയ്തത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഹൈ പെർസെൻറ്റേജ് ഗ്രോത്ത്? 21.6 എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു ഗ്രോത്ത് അല്ലേ? അത് തൊട്ട് മുന്നത്തെ വർഷം 100 രൂപയാണെങ്കിൽ GDP 121.6 രൂപയായിട്ട് വർദ്ധിച്ചു എന്നാ പറയുന്നത്. സോ യു ക്യാൻ സി ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2021-22 ഇന്ത്യ ഹാസ് രജിസ്റ്റേർഡ് എ ഹൈ ഗ്രോത്ത് റേറ്റ്. ഒരു വലിയ വളർച്ചാ നിരക്ക് ഇന്ത്യ രജിസ്റ്റർ ചെയ്തു. അതിന് കാരണം എന്താണെന്ന് പറയാമോ? എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന്? ക്യാൻ യു സേ? ഒരു റീസൺ പാൻഡമിക് റിക്കവറി ആണ്, തീർച്ചയായും. ഹരീഷൻ സാറ് പറഞ്ഞ പോലെ പാൻഡമിക് റിക്കവറി ഒരു റീസൺ ആണ്. ആത്മനിർഭർ ഭാരത് റീസൺ ആണ്. ഇൻജക്ടിങ് മണി ടു മാർക്കറ്റ് ബൈ ഗവൺമെന്റ് റീസൺ ആണ്. റിക്കവറി മെഷേഴ്സ് തീർച്ചയായും റീസൺ ആണ്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യ പാദത്തിലാണ്, മെയ് സമയത്താണ്, മെയ് 12 മുതൽ 15 വരെയുള്ള ദിവസത്ത് ഓരോ ദിവസവും ഓരോ റിലീഫ് പാക്കേജ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. ആത്മനിർഭർ ഭാരത് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന് പറഞ്ഞിട്ട് 5 ഘട്ടമായിട്ടാണ് 20 lakh crore ആത്മനിർഭർ ഭാരത് പാക്കേജ് അനൗൺസ് ചെയ്യുന്നത്. സോ അത് ശരിയാണ്, തീർച്ചയായും ആത്മനിർഭർ ഭാരത് ഘടകമാണ്. സർക്കാർ മാർക്കറ്റിലേക്ക് മണി ഇൻജക്ട് ചെയ്തതും കാരണമാണ്. അല്ല, ഇതെല്ലാം കാരണമാണ്, പക്ഷെ മെയിൻ റീസൺ അതല്ല. ദ മെയിൻ റീസൺ ഈസ് നോട്ട് വിച്ച് യു ഹാവ് മെൻഷൻ ഹിയർ. നിങ്ങൾ പറഞ്ഞതല്ല പ്രധാനപ്പെട്ട കാരണം. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ഫിഗർ. ആ ഫിഗർ നോക്കൂ, ഈ ഫിഗറിലും നോക്കൂ. Focus on the figures of 2 financial years. ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടെങ്കിൽ പറയാം. നമ്മൾ പറഞ്ഞിരുന്നു ഹൗ വി ആർ മെഷറിംഗ് ഗ്രോത്ത്. നമ്മൾ ഗ്രോത്ത് എങ്ങനെ മെഷർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്ങനെയാണ് GDP ഗ്രോത്ത് മെഷർ ചെയ്യുന്നത്? പറഞ്ഞോളൂ. ഇതിന് മുൻപത്തെ ഫിനാൻഷ്യൽ ഇയറിൽ സെയിം ക്വാർട്ടറിൽ, അതായത് Q1-ല് Q1-ലെ കോവിഡ് ടൈം 2020-21. അതെ, അത് കമ്പയർ ചെയ്തിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത് അല്ലേ? വെരി ഗുഡ് ഒബ്സർവേഷൻ. ദാറ്റ് ഈസ് ദ ആൻസർ. എന്താണ് ഇപ്പൊ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? സെയിം ക്വാർട്ടേഴ്സ്, similar quarters of 2 consecutive financial years are compared. അങ്ങനല്ലേ പറഞ്ഞേ? എന്താ ഞാൻ പറഞ്ഞേ? ഗ്രോത്ത് അങ്ങനെ മെഷർ ചെയ്യുന്നേ, ക്വാർട്ടർലി ഗ്രോത്ത് മെഷർ ചെയ്യുന്ന എങ്ങനെയായിരുന്നു? ഫോർ മെഷറിംഗ് ക്വാർട്ടർലി ഗ്രോത്ത് മെഷർ ചെയ്യുന്ന എങ്ങനെയായിരുന്നു? സിമിലർ ക്വാർട്ടേഴ്സ് ഓഫ് 2 consecutive financial years are compared. So 2020-21 financial year, 2021-22 financial year, these are the 2 consecutive financial years. ഇതിലെ Q1-നെ ഇതിലെ Q1-നോട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. So we can see Q1 is compared, Q2 is compared, Q3 is compared, Q4 is compared. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലേ, എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യുന്നു? ചുമ്മാതെ കമ്പയർ ചെയ്യുന്നതല്ല, അതിന് തക്കതായ കാരണമുണ്ട്. ഓർമ്മയല്ലേ? സീസണൽ ചേഞ്ചസ്, പ്രൊഡക്ഷന്റെ കാര്യമൊക്കെ പറഞ്ഞാണ്. സോ ഇവിടെ നോക്കൂ, 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ
we can see there was a negative 24.4% growth rate. നമ്മൾ നോക്കുകയാണ് തൊട്ട് മുന്നത്തെ വർഷം, അതായത് 2019-20 ആ വർഷത്തെ Q1 we can see, suppose we are considering that 2019-20 ഫിനാൻഷ്യൽ ഇയറില് ക്വാർട്ടർ 1 GDP-യുടെ വാല്യൂ 100 രൂപയാണ്. ഗ്രോത്ത് റേറ്റ് അല്ല, വാല്യൂ. സോ 2019-20 GDP-യുടെ വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. വിച്ച് മീൻസ് 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ നെഗറ്റീവ് 24.4% ഗ്രോത്ത് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഈ പറഞ്ഞ Q1 ക്വാർട്ടറിൽ GDP വാല്യൂ നെഗറ്റീവ് 24.4% റെഡ്യൂസ് ചെയ്തെന്ന് അർത്ഥം. വിച്ച് മീൻസ് 75.6% 6 രൂപയായിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ GDP വാല്യൂ ചുരുങ്ങി. സോ GDP വാല്യൂ എന്ത് ചെയ്തു? ഷ്രിങ്ക് ചെയ്തു ഇൻ ദ ക്വാർട്ടർ 1 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2020-21 ഡ്യൂ ടു COVID-19 പാൻഡമിക്. ഇനിയും അടുത്ത ഫിനാൻഷ്യൽ എടുക്കൂ, 2021-22. ഇവിടുത്തെ ക്വാർട്ടർ ഏതാണ്? Q1. നമ്മൾ എന്ത് ചെയ്യണം? Q1-ലെ GDP വാല്യൂനെ GDP വാല്യൂടെ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുവാണ് വി ആർ എക്സ്പീരിയൻസിങ് എ 21% ഗ്രോത്ത് എന്നാ കിട്ടുന്നത്. വിച്ച് മീൻസ് തൊട്ട് മുന്നത്തെ വർഷം 75.6 ആയിരുന്നെങ്കിൽ 21% കൂടെ GDP വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന അർത്ഥം. സോ നോക്കൂ, 75.6-ന്റെ 21% എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്തു. സോ 75.6 into 21 ഏകദേശം 15.8. സോ പ്ലസ് 75.6 പ്ലസ് 15.8 എന്ന് പറയുമ്പോൾ എത്ര വാല്യൂ വരുന്നത്? 91.4 ആണ് വാല്യൂ വരുന്നത്, റുപ്പീസ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 2021-22 ക്വാർട്ടർ 1 91.4 രൂപയാണ് എന്ത്? GDP. And this GDP value is less than the pre-pandemic value. പാൻഡമിക്കിന് മുന്നേ ഉള്ള COVID-19 പാൻഡമിക്കിന് മുന്നേ ഉള്ള വാല്യൂവിനേക്കാളും കുറവാണെന്ത്? 91.4 എന്ന GDP വാല്യൂ. സോ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും 2021-22 ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ then India registered 21%, 21% ഗ്രോത്ത് റേറ്റ് ഉണ്ടായപ്പോ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുട്ടിവെച്ചു പറഞ്ഞു, എന്താ നമ്മള് റിക്കവറി പാത്തിലാണ്, നമ്മള് ഈ പറഞ്ഞ 91.4 അല്ല 21% ഗ്രോത്ത് അത് റെക്കോർഡ് ആണെന്നൊക്കെ പറഞ്ഞു. നോക്കുവാണെങ്കിൽ ദാറ്റ് ഹൈ ഗ്രോത്ത് റേറ്റ് വാസ് occurred not because of this huge recovery. വലിയ റിക്കവറിയുടെ കാരണം കൊണ്ടല്ല, അത് കാരണമാണ്, പക്ഷെ അത് മാത്രമല്ല കാരണം. ദ മെയിൻ റീസൺ വാസ് നമ്മുടെ റഫറൻസ്, നമ്മുടെ ബേസ് ഫോർ റഫറൻസ് അതെന്തായിരുന്നു? ചെറുതായിരുന്നു. തൊട്ട് മുന്നത്തെ വർഷമാണെങ്കിൽ 100 ആയിരുന്നു ആ ബേസ്. ഇപ്പോഴത്തെ ബേസ് 75.6 ആണ്. ഇതിന് പറയുന്നതാണ് ബേസ് എഫക്റ്റ്. എന്താണ് ബേസ് എഫക്റ്റ്? അതായത് റഫറൻസ് ബേസ് എന്ത് ചെയ്യുന്നു? റഫറൻസ് ബേസിലുള്ള ഇൻക്രീസ് ഓർ ഡിക്രീസ് will result in huge alteration in growth measurement. എന്താ ബേസ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റഫറൻസ് ഇയർ അല്ല, റഫറൻസ് ബേസിലുള്ള നമ്മുടെ റഫറൻസ് ബേസ്, നോട്ട് ബേസ് ഇയർ അല്ല. ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ബേസ് ഇയർ. ബേസ് ഇയറിന്റെ കാര്യമല്ല പറയുന്നത്. എന്താ പറഞ്ഞേ? നമ്മൾ റഫർ ചെയ്യുന്ന വാല്യൂ, നമ്മൾ റഫർ ചെയ്യുന്ന ബേസ് വാല്യൂ അതിലുണ്ടാവുന്ന വ്യതിയാനം മൂലം, നമ്മുടെ ഗ്രോത്തിലുണ്ടാവുന്ന
alteration. Huge alteration. അതാണ് എന്ത് ബേസ് എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദ സെയിം ബേസ് എഫക്റ്റ് ക്യാൻ ബി വിസിബിൾ ഇൻ ഇൻഫ്ലേഷൻ ആൾസോ. ഇൻഫ്ലേഷൻ മെഷർമെന്റിലും ഇതേ ബേസ് എഫക്റ്റ് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറയാതെ ഇവിടെ അറിഞ്ഞിരിക്കുക. ഇവിടെ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞിരുന്നു ഓൾവേസ് ദ റെഫറൻസ് വാല്യൂ ആണെന്ത് നമ്മുടെ ഡിനോമിനേറ്റർ വരുന്നത് അല്ലെങ്കിൽ ബേസിൽ വരുന്നത് അല്ലേ? അതിൽ നിന്ന് എത്ര മികച്ചതായി അല്ലെങ്കിൽ ആ വാല്യൂ നിന്ന് എത്ര ഇംപ്രൂവ്മെന്റ് ഉണ്ടായി അതല്ലേ മെഷർ ചെയ്യുന്നേ. നമ്മൾ കണ്ടല്ലോ ഗ്രോത്ത് മെഷർ ചെയ്തപ്പോ വെൻ വി ഡിസ്കസ്ഡ് ദ മെഷർമെന്റ് ഓഫ് GDP ഗ്രോത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഡിനോമിനേറ്ററിൽ ബോട്ടം സൈഡിൽ അല്ലെങ്കിൽ ബേസ് സൈഡിൽ വരുന്നത് എന്താ? ദ റെഫറൻസ് വാല്യൂ ആണ്. നമ്മുടെ ബേസ് വാല്യൂ എന്തിനെ ആസ്പദമാക്കിയാണ് വളർച്ച ഉണ്ടായത് അല്ലെങ്കിൽ എന്തിനെ ആസ്പദമാക്കിയാണ് വളർച്ച കുറഞ്ഞത്. സോ ഈ ആസ്പദമാക്കി നമ്മൾ റെഫറൻസ് എടുക്കുന്ന വാല്യൂ അതാണ് ബേസ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ എന്ത് ചെയ്തു? കോവിഡ് കാലത്ത് ഈ ബേസ് വാല്യൂ ഷ്രിങ്ക് ചെയ്തു. അതുമൂലം തൊട്ടടുത്ത വർഷം ഒരു ചെറിയ വളർച്ച ഉണ്ടായെങ്കിലും എന്ത് കാണിക്കും? ഒരു ഹ്യൂജ് ഗ്രോത്ത് അവിടെ പ്രകടിപ്പിക്കും. സോ തൊട്ടടുത്ത വർഷം ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് ഈ പറഞ്ഞ ബേസിനെക്കാളും ഒരു ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിലും യു ക്യാൻ സീ ഇറ്റ് വിൽ ഷോ എ ഹൈ ഗ്രോത്ത് ഫിഗർ. സോ നമുക്ക് പറയാം ദ ബേസ് എഫക്റ്റ് ആയിരുന്നു നമ്മുടെ GDP ഇത്ര വലിയ ഗ്രോത്ത് റേറ്റ് കാണിക്കാൻ കാരണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ ദിസ് ഈസ് അബൌട്ട് ദ ബേസ് എഫക്റ്റ്. ഇത് വാർത്തയിൽ ഉണ്ടായിരുന്നതാണ്. ആ സമയത്ത് ഈ പറഞ്ഞ ഗവൺമെന്റ് ഇത് പ്രൊമോട്ട് ചെയ്തപ്പോ എക്കണോമിസ്റ്റുകളെല്ലാം അതിനെ കൗണ്ടർ ചെയ്തത് നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഹ്യൂജ് റിക്കവറി. ദ മെയിൻ റീസൺ ഫോർ ദിസ് ഗ്രോത്ത് ഈസ് എന്താണ്? ബേസ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. റിക്കവറി മെഷേഴ്സ് എല്ലാം ഉണ്ട്, അതെല്ലാം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് എന്ത് തൊട്ടടുത്ത വർഷം ഈ പറഞ്ഞ 2021-22 ബൈ ദ എൻഡ് ഓഫ് ദിസ് ക്വാർട്ടർ വി ഹാവ് ഫുള്ളി റിക്കവേർഡ് ഫ്രം ദ പാൻഡമിക്. പാൻഡമിക്കിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതമായി എന്ന് RBI ക്ലിയർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? പ്രീ പാൻഡമിക് ലെവലിലേക്ക്, പാൻഡമിക്കിന് മുന്നേ ഉള്ള ലെവലിലേക്ക് GDP വാല്യൂ മാറുകയും അതുപോലെ തന്നെ ഉയർന്നൊരു വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോഴായാലും പറയുകയാണെങ്കിൽ ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഇൻ ദ വേൾഡ്. നിലവിൽ ഏറ്റവും കൂടുതൽ വളർച്ച നിരക്ക് കാണിക്കുന്ന രാജ്യം, എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. അതിലൊന്നും മാറ്റമില്ല. ഓക്കെ, സോ ബേസ് എഫക്റ്റ് അറിഞ്ഞിരിക്കും. സോ നൗ യു ക്യാൻ സീ, നേരത്തെ കണ്ടു നമ്മുടെ ഇന്ത്യയിലെ ഗ്രോത്ത് ഒരു നെഗറ്റീവ് രീതിയൊക്കെ പോയെന്ന് കണ്ടു അല്ലേ? 2020-21 സമയത്ത് we have seen there is a negative 7.4% ഗ്രോത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ആ ടൈം മാത്രമാണോ അല്ലെ ആദ്യമായിട്ടാണോ ഇന്ത്യയിൽ ഒരു നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടാവുന്നത്? ഈസ് ദ ഫസ്റ്റ് ടൈം ഇന്ത്യ ഈസ് എക്സ്പീരിയൻസിങ് എ നെഗറ്റീവ് ഗ്രോത്ത്. നോക്കുവാണെങ്കിൽ 1991 അല്ലെങ്കിൽ ആഫ്റ്റർ LPG റിഫോംസ്, നമ്മൾ പറയുന്ന LPG റിഫോംസിന് ശേഷം ആദ്യമായിട്ടാണെന്ത് വി ആർ എക്സ്പീരിയൻസിങ് എ നെഗറ്റീവ് ഗ്രോത്ത്. സോ അറിഞ്ഞിരിക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് വരാം, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഇന്ത്യ ഹാസ് നെവർ എക്സ്പീരിയൻസ്ഡ് എ നെഗറ്റീവ് GDP ഗ്രോത്ത് പോസ്റ്റ് 1991. ശരിയാണോ? ഇല്ല. കോവിഡ് കാലത്ത് എന്ത് ചെയ്തു? എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. LPG റിഫോമിന് ശേഷം കോവിഡ് കാലത്ത് we have experienced a negative GDP growth. വീണ്ടും ചോദ്യം വരാം, India has experienced negative GDP growth only once after LPG reforms. ശരിയാണ്. LPG റിഫോമിന് ശേഷം നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതിനുശേഷം ഒരു തവണ മാത്രമേ നെഗറ്റീവ് ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ചോദ്യം ചോദിക്കാം, India has experienced only one after independence എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണോ? അല്ല. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നോക്കുവാണെങ്കിൽ ശരിയല്ല. ഇന്ത്യ ഹാസ് എക്സ്പീരിയൻസ്ഡ് നെഗറ്റീവ് GDP ഗ്രോത്ത് ഓർ റിസഷൻ എന്ന് പറയാം നമുക്ക് കോമൺലി. നെഗറ്റീവ് GDP ഗ്രോത്ത് ഒരു തവണ മാത്രമല്ല, ഇന്ത്യ ഹാസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ടോട്ടൽ 5 തവണ, കോവിഡ് കാലത്ത് ഉൾപ്പെടെ 5 തവണ ഇന്ത്യയിൽ എന്തുണ്ട്? നെഗറ്റീവ് GDP ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.
So we can see the years 1957-58. 1957-58 we have experienced, we have registered negative 1.2% GDP growth. So നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ 57-58 കാലത്ത് the reason that led to the negative growth was decline in our foreign reserve ആണ്. നമ്മുടെ ഇന്ത്യ കീപ്പ് ചെയ്യുന്ന ഫോറിൻ കറൻസി റിസർവ്. നമുക്കറിയാം, നമുക്ക് ട്രേഡ് നടത്തണമെങ്കിൽ പലപ്പോഴും സാധനം വാങ്ങണമെങ്കിലും സാധനം വിൽക്കുമ്പോഴൊക്കെ you can see the trade is happening mainly in foreign currency. ഡോളർ പോലുള്ള ഫോറിൻ കറൻസിയിലാണ് എന്ത് നമ്മൾ വ്യാപാരം നടത്തുന്നത്. And you can see ഈ പറഞ്ഞ 57-58 കാലത്ത് we have experienced a decline in this foreign currency reserve. അതിന് പറയുന്നതാണ് BOP crisis. We will discuss. നമ്മൾ പിന്നെ പഠിക്കുന്നത് എന്താണെന്ന്, BOP crisis എന്താണെന്ന് in trade. നമ്മൾ ട്രേഡ് പഠിക്കുമ്പോൾ 7th മൊഡ്യൂളിൽ we will elaborate this BOP crisis. അറിഞ്ഞിരിക്കുക, ഫോറിൻ കറൻസിയിൽ ഒരു ഡിക്ലൈൻ കാരണമാണ് ഈ പറഞ്ഞ നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതുപോലെ 65-66 ആ കാലത്തും we have registered a negative growth. So negative 3.7 ആയിരുന്നു ആ സമയത്തെ ഗ്രോത്ത് റേറ്റ്. Then in 1972-73 അപ്പോഴും we can see ഒരു negative 0.3 ഗ്രോത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. And the reason that led to the main reason that led to the decline was energy crisis. So 1972-73 സമയത്ത് നമ്മുടെ ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസ്, OPEC nations, OPEC കേട്ടിട്ടുണ്ടല്ലോ, OPEC countries, oil producing exporting countries. So ഈ പറഞ്ഞ OPEC nations, they cut short their oil production. So when we discuss planning, ഞാൻ ആ കഥ പറയാം, എന്താണ് ആ കട്ട് ഷോട്ടിന് കാരണമെന്ന് ആ കഥ ഞാനപ്പോൾ പറയാം. സോ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ഈ പറഞ്ഞ പെടുന്നനെ ഓയിലിന്റെ പ്രൊഡക്ഷൻ ഗണ്യമായി കുറച്ചു. സോ ഓയിലിന്റെ പ്രൊഡക്ഷൻ ഗണ്യമായി കുറച്ചപ്പോൾ സപ്ലൈ എന്ത് ചെയ്യപ്പെട്ടു? സപ്ലൈ ഗണ്യമായി കുറയപ്പെട്ടു. സോ ഓൾറെഡി എന്തുണ്ട്? വിപണി ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് ഈസ് നോട്ട് ചേഞ്ചിങ്. ഡിമാൻഡ് നിലനിൽക്കുന്നു. ആ സമയത്ത് സപ്ലൈ കട്ട് ഷോട്ട് ചെയ്യുമ്പം എന്തുണ്ടാവും? പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. ഓർമ്മയുണ്ടല്ലോ, എന്താ? ഡിമാൻഡ് 100 ലിറ്റർ ഓയിലാണ്, അത് മാറുന്നില്ല. ആ സമയത്താണ് എന്ത്? ഡിമാൻഡ് ചേഞ്ച് ഇല്ലാതെ സപ്ലൈ എന്ത് ചെയ്തു? സപ്ലൈ കട്ട് ചെയ്തു. സപ്ലൈ ഒരു 50 ലിറ്റർ ആയിട്ട് ചുരുങ്ങി. സോ ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ഉണ്ടായി. എന്തുണ്ടായപ്പോ? പ്രൈസ് ഓഫ് പെട്രോൾ ക്രൂഡ് ഓയിൽ ഇൻക്രീസ് ചെയ്തു. ഇതായിരുന്നു 1972-73ലെയും അതുപോലെ 79-80ലെയും കാരണം. ഓയിൽ ഷോക്ക് ബൈ OPEC നേഷൻസ് ആണ് 1979-80ലും 1972-73ലും ഈ പറഞ്ഞ ഓയിൽ ഷോക്ക് തന്നെയാണ് കാരണമായി വരുന്നത്. And you can see, even though we have experienced 4 times negative growth, 4 തവണ നെഗറ്റീവ് ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും the highest negative growth has experienced during COVID-19 ആണ്. COVID-19 സമയത്താണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഗ്രോത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, -7.4. ഓക്കെ, സോ ഇത് കാര്യവും അറിഞ്ഞിരിക്കുക. And next we can see the concept of virtuous cycle and vicious cycle. എന്തൊക്കെയാണ്? virtuous and vicious cycle. സോ അതിനു മുന്നേ ഈ ഒരു കാര്യം, ഈ ഒരു ടേം പറഞ്ഞിട്ടുള്ള ഡൊമിനോ എഫക്ട്. സോ ഡൊമിനോ എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് മൂലം ഉണ്ടാവുന്ന റിപ്പർക്കഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു ആക്ട് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ചെയ്യുന്ന ഒരു ആക്ട്, ആ ആക്ട് മൂലം ഉണ്ടാവുന്ന റിപ്പർക്കഷൻസ്, അതിന്റെ എന്താണ്? അതിന്റെ ഒരു വേവ്, അതിന്റെ ഒരു റിഫ്ലക്ഷൻസ്, അതാണ് എന്ത്? ഡൊമിനോ എഫക്ട് പറയുന്നത്. സോ ഡൊമിനോ എഫക്ട് എന്ന് വെച്ചാൽ ഇപ്പൊ നോക്കുക, ഈ ഒരു ഡൊമിനോ നമ്മൾ തള്ളിയിടുന്ന വെച്ചോ, ഈ ഒരു ഡൊമിനോ നമ്മൾ തള്ളിയിടുകയാണ്, എന്ത് പറ്റും? ബാക്കിയുള്ള എല്ലാ ഡൊമിനോ എന്ത് ചെയ്യും? താഴെ 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 വീഴും. ഇതാണ് എന്ത്? ഡൊമിനോ എഫക്ട് ഉദ്ദേശിക്കുന്നത്. സോ വൺ എവന്റ് ഹാസ് എ knock-on effect throughout the economy. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ടേം ഡൊമിനോ എഫക്ട്. ഒരു ഇവന്റ് മൂലം എക്കണോമിയിൽ ഉണ്ടാവുന്ന മറ്റുള്ള റിപ്പർക്കഷൻസ്. And the first one is recession. Sorry, the first one is virtuous cycle and vicious cycle. Okay.
നോക്കുക, നമ്മുടെ കോവിഡ് ടൈമിൽ എങ്ങനെയാണ് നമ്മുടെ എക്കണോമി റെസിഷൻ പോയത്, എങ്ങനെയാണ് നമ്മുടെ എക്കണോമി താഴേക്ക് പോയത് നോക്കാം. സോ വാട്ട് ഓൾ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ റെസിഷൻ ഇൻ ഇന്ത്യ? സോ ആദ്യം എന്താ പറ്റിയേ? കോവിഡ് ടൈമിൽ നമ്മുടെ ഗവൺമെന്റ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു, അല്ലേ? സോ ഇനിഷ്യലി നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു, സിൻസ് വി ആർ ഗോയിങ് ത്രൂ COVID-19 പാൻഡമിക്, ഈ പറഞ്ഞ COVID-19 പ്രതിസന്ധി നേരിടുകയാണ്. സോ ഇറ്റ്സ് എ ടൈം ഫോർ ബാറ്റിലിംഗ് അഗേൻസ്റ്റ് COVID-19 ആൻഡ് വി ആർ ഗോയിങ് ടു ഷട്ട് ഡൗൺ ദ എക്കണോമി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? COVID-19 തോൽപ്പിക്കാനായിട്ട് നമ്മൾ എക്കണോമി ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. സോ when this lockdown has announced, the first event was there was decline in production, അല്ലേ? നമ്മുടെ എക്കണോമിയിലുള്ള നിർമ്മാണം റെഡ്യൂസ് ചെയ്തു, നിർമ്മാണം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ സർവീസ് മേഖലയായാലും ഗുഡ്സ് പ്രൊഡ്യൂസിംഗ് മേഖലയായാലും കൺസ്ട്രക്ഷൻ മേഖലയായാലും വി ക്യാൻ സീ when this lockdown was announced, നമ്മുടെ ഗവൺമെന്റ് ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്തപ്പോൾ നിർമ്മാണം എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ നിർമ്മാണം റെഡ്യൂസ് ചെയ്തു. The production was stopped or production was reduced. So നിർമ്മാണം കുറയുമ്പോൾ, when there was decline in production, നമ്മുടെ കമ്പനികൾ ഉൽപ്പാദനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ചു, വിച്ച് മീൻസ് ഈ പറഞ്ഞ കമ്പനി വർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് എന്ത് വെച്ച് കാണും? they lost their jobs. ഒരു കമ്പനി, ഉൽപ്പാദനം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി അവരുടെ പ്രൊഡക്ഷൻ കട്ട് ഷോർട്ട് ചെയ്യുന്നു, നിർമ്മാണം അവര് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ there will be reduction in the എംപ്ലോയ്മെന്റ്. തൊഴിലവസരം എന്ത് ചെയ്യും? കുറയും, അല്ലേ? ജോലി കുറയില്ല, കാരണം നിർമ്മാണം നടത്തുന്നില്ല. കമ്പനി പറയുന്നത് എന്താ? വി ആർ നോട്ട് പ്രൊഡ്യൂസിങ് ഐറ്റം, സോ വി നോട്ട് നീഡ് എംപ്ലോയീസ്, വി ക്യാൻ ഫയർ ദം ഓർ വി ക്യാൻ ലേ ഓഫ് ഓർ വി ക്യാൻ റെഡ്യൂസ് ദ ലേബർ ഫോഴ്സ്. സോ എംപ്ലോയ്മെന്റ് അവിടെ കുറഞ്ഞു. സോ എംപ്ലോയ്മെന്റ് കുറയുമ്പോൾ എന്താ പ്രത്യേകത? ആളുകളുടെ കയ്യിലുള്ള ഇൻകം റെഡ്യൂസ് ചെയ്യുന്നു, ആണല്ലോ. സോ ആദ്യം ലോക്ക്ഡൌൺ ഭാഗമായിട്ട് നിർമ്മാണം കുറയപ്പെട്ടു. ഇപ്പം എറണാകുളം മേഖലയിൽ ഉള്ളവർക്കറിയാം, എറണാകുളം മേഖലയിൽ ആ കോവിഡ് ടൈമിൽ ധാരാളം സോഫ്റ്റ്വെയർ കമ്പനീസ് പൂട്ടിപ്പോകുന്നുണ്ട്. സോ കാരണം നിങ്ങൾ ആ എറണാകുളം എടപ്പള്ളി ഏരിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫോ പാർക്ക് ഏരിയയിലൊക്കെ നോക്കുമ്പോൾ there are small ടെക് ഫേംസ് ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസിംഗ് ഫേം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കോവിഡ് ടൈമിൽ ഫോറിൻ കൺട്രീസ് റെസിഡന്റ് ഉണ്ടായപ്പോൾ ഈ ഫേമിലും പ്രസിദ്ധി ഉണ്ടായി, ഈ ഫേം അങ്ങ് ഷട്ട് ഡൗൺ ചെയ്തു. സോ അങ്ങനെ നിർമ്മാണം കുറഞ്ഞു, എംപ്ലോയ്മെന്റ് അവിടെ റെഡ്യൂസ് ചെയ്തു ബിക്കോസ് ഓഫ് ഫയറിംഗ് ഓർ ലേയിങ് ഓഫ് ഓർ റിഡക്ഷൻ ഓഫ് എംപ്ലോയീസ്. അതുപോലെ ഈ പറഞ്ഞ ആളുകൾക്ക് ജോലി ഇല്ലാണ്ടാവുമ്പോൾ, ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കുറയുമ്പോൾ ആളുകളുടെ ഇൻകം, ആളുകളുടെ വരുമാനം പറയത്തില്ലേ, എക്കണോമിയിലുള്ള പൊതുവായി ആളുകൾ കിട്ടുന്ന വരുമാനം കുറയും, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ കഴിയുന്ന ഇൻകം ഓർ ഡിസ്പോസിബിൾ ഇൻകം എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ചെലവാക്കുന്ന പൈസ അവിടെ റെഡ്യൂസ് ചെയ്യും. സോ ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് വെച്ചോ, വരുമാനം ഇല്ലെന്ന് വെച്ചോ, ആളുകളുടെ കയ്യിൽ വരുമാനമില്ലെങ്കിൽ, ഇൻകം ഇല്ലെങ്കിൽ, വാട്ട് അബൌട്ട് ദെയർ പർച്ചേസിംഗ് പവർ? സാധനം വാങ്ങാനുള്ള ശേഷി എന്തായിരിക്കും? കൂടുമോ കുറയുമോ? കുറയും. കാരണം എന്താ? വരുമാനമില്ല, എനിക്ക് ജോലിയില്ല. സോ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യും? കുറയും. പർച്ചേസിംഗ് പവർ കുറയുമ്പം ആൾക്കാർക്ക് സാധനം വാങ്ങാനുള്ള ശേഷിയില്ല എങ്കിൽ എന്ത് കുറയുന്നു? അവരുടെ ഡിമാൻഡ് ഫോർ ഗുഡ്സും കുറയും. ഡിമാൻഡ് ഫോർ ഗുഡ്സും വെരി ഗുഡ്, ഡിമാൻഡ് ഫോർ ഗുഡ്സും കുറയും. സോ ഡിമാൻഡ് ഫോർ ഗുഡ്സ് കുറവാണെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ എന്തില്ല? ഡിമാൻഡ് ഇല്ല, ആർക്കും സാധനം വേണ്ട. ആരെങ്കിലും പൈസ ഇല്ല, ആർക്കും സാധനം വേണ്ട. ഇങ്ങനെ എക്കണോമിയിൽ ഡിമാൻഡ് ഒന്നും ഇല്ല എങ്കിൽ ഒരു കമ്പനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമോ? കമ്പനി അവിടെ കൂടുതൽ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല, കാരണം ആരും വാങ്ങാനില്ല, സാധനം വാങ്ങണ്ടേ. ഒന്ന് നോക്കുക, നമ്മുടെ ഒരു ഹോട്ടലിൽ ബിരിയാണി ഉണ്ട്. ഈ ബിരിയാണി 100 ബിരിയാണി ഉണ്ടാക്കി, ആരും കഴിക്കാനില്ല. അടുത്ത തവണയും പിന്നെ അയാൾ കുറെ ബിരിയാണി ഉണ്ടാക്കുമോ? ഇല്ല, ആരും വാങ്ങുന്നില്ല. സോ ഡിമാൻഡ് ഇല്ല. സോ ഡിമാൻഡ് ഇല്ല എങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾ
എന്തില്ല, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യത്തില്ല. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ദ എക്കണോമി അത് എന്ത് ചെയ്യത്തില്ല, വർദ്ധിക്കത്തില്ല, അതും കുറയും. സോ വെൻ ദർ ഈസ് ലോ ഇൻവെസ്റ്റ്മെന്റ്, അതായത് എക്കണോമിയിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, പിന്നെയും ഡിക്ലൈൻ ചെയ്യും. പ്രൊഡക്ഷൻ പിന്നെയും ഡിക്ലൈൻ ചെയ്യുമ്പോൾ കമ്പനിക്ക് പിന്നെ നഷ്ടം ഉണ്ടായല്ലോ. നമ്മൾ കണ്ടു കോവിഡ് കാലത്ത്, കോവിഡ് കഴിഞ്ഞും when the companies face losses, ആപ്പിൾ, ആമസോൺ, ഫേസ്ബുക്ക് പോലുള്ള ഫേംസ് they lay off thousands of employees. 10,000 എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഫിഗർ കാണാം. 10,000 പേരെ പിരിച്ചു വിട്ടു, 1,00,000 പേരെ പിരിച്ചു വിട്ടു. സോ ഈ പറഞ്ഞ ഫേംസ് എന്ത് ചെയ്തു, എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്തില്ലേ. സോ വി ഹാവ് സീൻ different companies have lay off their employees because of their loss, നഷ്ടം ഉണ്ടായപ്പോൾ. സോ ഇവിടെ നോക്കൂ, നിർമ്മാണം കുറഞ്ഞു, എംപ്ലോയ്മെന്റ് കുറഞ്ഞു, ഇൻകം കുറഞ്ഞു, പർച്ചേസിംഗ് പവർ കുറഞ്ഞു, ഡിമാൻഡ് കുറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു, പ്രൊഡക്ഷൻ പിന്നെയും കുറഞ്ഞു. ദിസ് വിൽ ഗോ ഇൻ എ സൈക്കിൾ അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും 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 ഒരു സൈക്കിൾ ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിന് പറയുന്നതാണ് എന്ത്, വിഷ്യസ് സൈക്കിൾ. വിഷ്യസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത്. വിഷ്യസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ആണ്. സോ ദിസ് ഇസ് ഹാവിങ് എ നെഗറ്റീവ് കൊണോട്ടേഷൻ. ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ് എന്ത്, വിഷ്യസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. സോ ഒരു എക്കണോമിയിൽ വിഷ്യസ് സൈക്കിൾ ആണെങ്കിൽ എന്തുണ്ടാവുന്നു, ഈ പറഞ്ഞ ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യും. കാരണം എന്താ, പ്രൊഡക്ഷൻ കുറയുമല്ലേ, ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യുന്ന എന്തുകൊണ്ടാ, നിർമ്മാണം കുറയുകയാണ്. കാരണം GDP എന്ന് പറഞ്ഞാൽ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ മെഷർ ചെയ്യുന്നത്, ഒരു കൺട്രിയിലെ ഉൽപാദനമാണ് മെഷർ ചെയ്യുന്നത്. ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് എന്താണ്, വാട്ട് ഓൾ പ്രൊഡക്ഷൻസ് ആർ ഹാപ്പനിങ്, വാട്ട് ഈസ് ദ ഫൈനൽ ഗുഡ്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ്. സോ ഈ പറഞ്ഞ നിർമ്മാണം കുറയുന്നതനുസരിച്ച് ഗ്രോത്ത് എന്ത് ചെയ്യും, അവിടെ കുറയും. സോ വിഷ്യസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത് is a negative connotation which leads to a negative, which leads to a decline in growth or decline in GDP. GDP-യുടെ കുറവിന് കാരണമാവുന്ന ഒന്നാണ് എന്ത്, ഈ പറഞ്ഞ vicious cycle of growth. Clear ആണോ? And you can see the same is mentioned here. So production കുറയുന്നു, employment കുറയുന്നു, income കുറയുന്നു, സെയിൽ കുറയുന്നു, വീണ്ടും പ്രൊഡക്ഷൻ കുറയുന്നു. പ്രൊഡക്ഷൻ കുറയുന്നു, എംപ്ലോയ്മെന്റ് കുറയുന്നു, ഇൻകം കുറയുന്നു, സെയിൽ പിന്നെയും കുറയുന്നു. ഇതെന്താ, വീണ്ടും 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 ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ വെൻ ദ ഗവൺമെന്റ് ഈസ് നോട്ട് ടേക്കിംഗ് മെഷേഴ്സ്, ഈ പറഞ്ഞ വിഷ്യസ് സൈക്കിൾ ഓഫ് ഗ്രോത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൽ നിന്ന് മാറാനായിട്ട് ഗവൺമെന്റ് മെഷേഴ്സ് എടുക്കുന്നില്ല എങ്കിൽ എന്തുണ്ടാവും, ദ വിഷ്യസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത് കണ്ടിന്യൂസ് and it leads to huge decline in GDP. ഈ പറഞ്ഞ വിഷ്യസ് സൈക്കിളിൽ നിന്ന് മാറാൻ മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും, GDP വലിയ രീതിയിൽ കുറയും. സോ അങ്ങനെ കുറയേണ്ടി വരത്തില്ല. ഒരു എക്കണോമിയിൽ വിഷ്യസ് സൈക്കിൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യും, നമ്മുടെ ഗവൺമെന്റ് അതിനെ മറികടക്കാനായിട്ട് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യും. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേരളത്തിലെടുത്തു. ഓർമ്മയുണ്ടാവും, ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ കേരള ഗവൺമെന്റ് ഹാസ് അനൗൺസ്ഡ് എ റിലീഫ് പാക്കേജ് ഡ്യൂറിംഗ് ഏപ്രിൽ ടൈം. അതിന്റെ ഭാഗമായി അതിനുശേഷം ഇന്ത്യൻ ഗവൺമെന്റും എന്ത് ചെയ്തു, റിലീഫ് പാക്കേജ് അനൗൺസ് ചെയ്തിരുന്നു. COVID-19 റിലീഫ് പാക്കേജ് കോൾഡ് ആസ് ആത്മനിർഭർ ഭാരത് പാക്കേജ്, 20 lakh crore ഒരു പാക്കേജ് അനൗൺസ് ചെയ്തത്. ആൻഡ് യു ക്യാൻ സി ഇൻ ദാറ്റ് പാക്കേജ് നമ്മുടെ എക്കണോമി റിക്കവർ ചെയ്യാൻ മെഷേഴ്സ് ആണ് എടുത്തത്. സോ നോക്കൂ, ദ മെഷേഴ്സ് included to boost demand and supply. സപ്ലൈയും ഡിമാൻഡും രണ്ട് ആംഗിളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. എന്നാൽ ആ ഒരു മെഷർ, നമ്മുടെ ആത്മനിർഭർ ഭാരത് മെഷർ ക്രിട്ടിക്കലായിട്ട് പലരും പറഞ്ഞത് മെജോറിറ്റി മെഷേഴ്സ് ആർ സപ്ലൈ സൈഡ് മെഷേഴ്സ് എന്നാണ് പറഞ്ഞത്. സോ ആത്മനിർഭർ ഭാരത് പാക്കേജ് മെഷേഴ്സ് പലരും പറഞ്ഞത്, മെജോറിറ്റി ആൾക്കാരും പറഞ്ഞത്, even though government has taken measures for both demand and supply, demand side measures supply side measures ഉണ്ടെങ്കിലും majority measures എന്താണ്, supply side measures ആണ്. demand side measures
കുറവാണ് എന്ന് പലരും ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. സോ സപ്ലൈ സൈഡ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ സപ്ലൈ സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം സപ്ലൈ സൈഡ് എന്ന് പറയുമ്പോൾ? മെയിൻലി it include those measures which tries to increase the production in companies. കമ്പനികളുടെ നിർമ്മാണങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ലെവലിൽ ഉള്ള മെഷേഴ്സ് ആണ് എന്ത്? സപ്ലൈ സൈഡ് മെഷേഴ്സ്. സോ സപ്ലൈ സൈഡ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ മെഷേഴ്സ് ഇൻ ദ സൈഡ് ഓഫ് പ്രൊഡ്യൂസർ, ഓൺ ദ പെർസ്പെക്റ്റീവ് ഓഫ് പ്രൊഡ്യൂസർ. അതായത് in this package you can see there are measures to improve the conditions of MSME. നമ്മുടെ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് പോലുള്ള സംരംഭങ്ങളെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അവരുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാനായിട്ട് ഇവർക്ക് വേണ്ടിയുള്ള ലോൺ സ്കീംസ് ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പവർ സെക്ടറിന് വേണ്ടിയിട്ട് there are initiatives for power sector, there are initiatives for defense sector. നോക്കുവാണെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ പല മേഖലയിലും ഈ ഒരു റിലീഫ് പാക്കേജ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും കമ്പനികളുടെ സപ്ലൈ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് മെഷേഴ്സ് എടുത്തത്. സോ ഇവിടെ നോക്കൂ, ഈ ഒരു പാക്കേജിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോവാണ്? സപ്ലൈ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുവാണ്. വിച്ച് മീൻസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു? എൻഹാൻസ് ചെയ്ത് നോക്കുവാണ്. സോ കമ്പനികൾ നിർമ്മാണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, when a company is increasing production, എന്ത് വേണം അവിടെ? എംപ്ലോയ്മെന്റ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു കമ്പനി ഈ പറഞ്ഞ ലോൺ കൊടുക്കുകയാണ് ഗവൺമെന്റ്, കമ്പനിയോട് പറയാണ് എന്താ, നിങ്ങൾക്ക് ഞാൻ കൊളാട്രൽ ഫീ ലോൺ തരാം. കൊളാട്രൽ ഫ്രീ, അതായത് ഈടില്ലാതെ കൊളാട്രൽ ഫ്രീ ആയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യാം. ഐ ക്യാൻ ഗീവ് യു കൊളാട്രൽ ഫ്രീ ലോൺസ്, ഈടില്ലാതെ ലോൺ തരാം. അതുപോലെ ഐ ക്യാൻ ഗീവ് യു ലോൺസ് അറ്റ് ഇൻട്രസ്റ്റ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ പലിശ നിരക്ക് ലോൺ തരാം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും? കമ്പനീസ് വിൽ സ്റ്റാർട്ട് ടു ഇൻവെസ്റ്റ്. ഈ പൈസ വെച്ച് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം എന്താ? പലിശ കുറവാണ്, സോ റിസ്ക് കുറവാണ്. സോ കമ്പനി എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുമ്പോൾ നിർമ്മാണം വർദ്ധിക്കാം. ആ നിർമ്മാണം വർദ്ധിക്കുമ്പോൾ വി ക്യാൻ സി ദർ ഈസ് ഡിമാൻഡ് ഫോർ മോർ എംപ്ലോയീസ്. കാരണം എന്താ? നിർമ്മാണം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ മിൽമ എടുക്കുക. സോ മിൽമ ആദ്യകാലത്ത് പാല് മാത്രമേ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. പാല് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നിർമ്മിക്കുന്നുള്ളൂ. ആ മിൽമ എന്ത് ചെയ്യാൻ പോവാണ്? മിൽമ ഈസ് ഗോയിങ് ടു എക്സ്പാൻഡ് ദ പ്രൊഡക്ഷൻ. അവിടെ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ പോവാണ്. ഈ പറഞ്ഞ പാലിൽ മാറിയിട്ട് ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, പേട, ഐസ്ക്രീം എന്ന് പറഞ്ഞ ഗുലാബ് ജാമുൻ അങ്ങനെ ഡിഫറെന്റ് ഐറ്റംസിലേക്ക് എന്ത് ചെയ്യുന്നു? മിൽമ ഡൈവേഴ്സ് ചെയ്യാൻ പോവാണ്. മിൽമയുടെ നിർമ്മാണം ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോവുക. സോ വെൻ മിൽമ ഈസ് ഡൈവേഴ്സിഫൈയിങ് their പ്രൊഡക്ഷൻ, ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ടല്ലോ. എന്ത് ചെയ്യണം? there needs capital goods. ഈ പറഞ്ഞ ഓരോ ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ് വേണം, അതിന്റെ മെഷീൻസ് വേണം. സോ നിർമ്മാണം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. നിർമ്മാണം അങ്ങനെ വർദ്ധിക്കുന്നതനുസരിച്ച് എന്തുണ്ടാവും അവിടെ? there is a demand for employment. തൊഴിലാളികളുടെ ആവശ്യം അവിടെ വർദ്ധിക്കും. എംപ്ലോയ്മെന്റ് അവിടെ എൻഹാൻസ് ചെയ്യും. സോ എംപ്ലോയ്മെന്റ് എൻഹാൻസ് ചെയ്യുമ്പോൾ എന്ത് മാറും? ആളുകളുടെ ഇൻകം ഇംപ്രൂവ് ചെയ്യും. എക്കണോമിയിലെ ആളുകൾക്ക് ലഭിക്കുന്ന വരുമാനം ഇംപ്രൂവ് ചെയ്യും. നേരത്തെ 10 പേർക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോ 20 പേർക്ക് ജോലിയായി. 20 പേർക്ക് ജോലിയായപ്പം എക്കണോമിയിലെ പൊതുവായിട്ടുള്ള വരുമാനം, എക്കണോമിയിലെ പൊതുവായിട്ടുള്ള ആളുകളുടെ വരുമാനം വർദ്ധിച്ചില്ലേ? നേരത്തെ 10 പേർക്ക് 100 രൂപ കിട്ടുമായിരുന്നു, ഇപ്പൊ 20 പേർക്ക് 200 രൂപ കിട്ടുന്നു. സോ ഇൻകം ഇൻ ദ എക്കണോമി ഇൻക്രീസ് ചെയ്തു. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് കൂടും? പർച്ചേസിംഗ് പവർ വർദ്ധിക്കും. സാധനം വാങ്ങാനുള്ള ശേഷി വർദ്ധിക്കും. സോ അയാളുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാം. സോ നേരത്തെ ചോറ് കഴിച്ചവൻ പറയാണ് അയാൾക്ക് ചോറ് വേണ്ട, ബിരിയാണി മതിയെന്ന്. സോ ചോറ് മാറ്റിയിട്ട് അയാൾ ഊണിന് പകരം ബിരിയാണി കഴിക്കും. ഉച്ചയ്ക്ക് നേരത്തെ ഊണ് കഴിച്ചുകൊണ്ടിരുന്നവൻ അവനിപ്പോ ബിരിയാണി മാറും. സോ ബിരിയാണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ വി ക്യാൻ സി പർച്ചേസിംഗ് പവർ കൂടിയപ്പം ഡിമാൻഡ് ഫോർ ഗുഡ്സ് എന്ത് ചെയ്തു? കൂടി. ബിരിയാണിക്ക് ഡിമാൻഡ് കൂടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ റൈസിൽ നിന്ന് ബിരിയാണിയിൽ ഷിഫ്റ്റ് ചെയ്തു. സോ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഇൻക്രീസ് ചെയ്തു. സോ എക്കണോമിയില് ഉൽപ്പന്നങ്ങൾ ഡിമാൻഡ് ഉണ്ടെങ്കിൽ, എക്കണോമിയിൽ ആൾക്കാർക്ക് സാധനം വാങ്ങാനുള്ള ശേഷിയുണ്ട്, ആൾക്കാരെല്ലാം സാധനം വാങ്ങാൻ റെഡിയാണ് എങ്കിൽ എന്താ?
companies will be more interested to invest. കാരണം എന്താ, when they invest and produce goods, there is demand. അവർ ഇൻവെസ്റ്റ് ചെയ്ത് സാധനം നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് അവിടെ? ഡിമാൻഡ് ഉണ്ട്. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും? ഫർദർ ഗ്രോ ചെയ്യും. സോ ഇൻവെസ്റ്റ്മെന്റ് ഫർദർ ഗ്രോ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? there will be more production. ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുമ്പോൾ ഉൽപാദനം പിന്നെയും വർദ്ധിക്കും. ഉൽപാദനം പിന്നെയും വർദ്ധിക്കുമ്പോൾ എന്ത് വേണം? എംപ്ലോയ്മെന്റ് പിന്നെയും ഇൻക്രീസ് ചെയ്യണം. എംപ്ലോയ്മെന്റ് പിന്നെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇൻകം പിന്നെയും ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം പിന്നെ ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസ് പവർ പിന്നെയും കൂടുന്നു. അങ്ങനെ ഇതെന്ത് ക്രിയേറ്റ് ചെയ്യും? ദിസ് വിൽ ക്രിയേറ്റ് എ വിർച്വസ് സൈക്കിൾ. വിഷ്യസ് അല്ല, വിർച്വസ് സൈക്കിൾ. ദിസ് ഈസ് എ പോസിറ്റീവ് കൊണോട്ടേഷൻ ആണ്. സോ മറ്റെന്തായിരുന്നു? വിഷ്യസ്, നെഗറ്റീവ് ആണ്. ഇവിടെ എന്താ? വിർച്വസ്. പേര് പോലെ തന്നെ എന്താ? വിർച്വസ് സൈക്കിൾ ആണ്. സോ എക്കണോമിയിൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നു, പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു, എംപ്ലോയ്മെന്റ് വർദ്ധിക്കുന്നു, ഇൻകം വർദ്ധിക്കുന്നു, പർച്ചേസിംഗ് പവർ വർദ്ധിക്കുന്നു, ഡിമാൻഡ് വർദ്ധിക്കുന്നു, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നു. സോ ദിസ് വിൽ ഗോ ഇൻ എ സൈക്കിൾ. ഇതാണ് എന്ത്? വിർച്വസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത്. ആൻഡ് ദിസ് ഈസ് എ പ്രീവിയസ് ഇയർ മെയിൻസ് ക്വസ്റ്റ്യൻ. സോ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യാനുള്ളതായിരുന്നു. ഇത് പ്രീവിയസ് ഇയർ KAS മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞത്. അതിനകത്ത് ചോദിച്ചത് രണ്ടെണ്ണമായിരുന്നു. ഡിഫൈൻ വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി ആൻഡ് വിർച്വസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത് എന്നാണ് ചോദിച്ചത്. സോ പോവർട്ടി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാം എന്താണ് വിഷ്യസ് സൈക്കിൾ ഓഫ് പോവർട്ടി എന്നുള്ള കാര്യം. അത് ആ സമയത്ത് പറയാം. സോ ദിസ് ഈസ് എ പ്രീവിയസ് KAS മെയിൻസ് ക്വസ്റ്റ്യൻ. എന്ത്? വിർച്വസ് സൈക്കിൾ ഓഫ് ഗ്രോത്ത്. സോ ഞാൻ നോട്ട് ഷെയർ ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഉള്ള ഡെഫിനിഷൻ കിട്ടും. സോ ഇപ്പൊ എന്താ ലെക്ചർ എഴുതി വെക്കുക. എന്താണ് വിർച്വസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ? ഇറ്റ് ഈസ് എ പോസിറ്റീവ് ബിസിനസ് സൈക്കിൾ ആണ്. വിർച്വസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പോസിറ്റീവ് സൈക്കിൾ ഓഫ് ഗ്രോത്ത് ആണ്. എന്താ പറയുന്നത്? ഇൻ ദിസ് ദ എക്കണോമി വിൽ ബി ഹാവിങ് എ ഗ്രോത്ത് ഇൻ GDP. എക്കണോമിയിലെ വളർച്ച ഉണ്ടാവും. there will be increase in the growth in GDP, and there will be a positive atmosphere in the economy. There will be positive investment. There will be increased production. There will be more employment, and there will be more income. And the demand in the economy is also on a full swing. Demand എന്തായിരിക്കും? ഫുൾ സ്വിംഗിലായിരിക്കും, കൂടിയിരിക്കും. അപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് എന്ത്? വിർച്വസ് സൈക്കിൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വിഷ്യസ് ആൻഡ് വിർച്വസ്. യെസ്. സോ അതുപോലെ തന്നെ വേറൊരു ചോദ്യം, ആർ യു ഹാപ്പി വിത്ത് ദിസ് സ്പേസ്? നമ്മൾ പെയ്യനെയാണ് പോകുന്നത്. കാരണം ഞാൻ വെൻ ഐ കളക്റ്റഡ് ദ ഡേറ്റ, ഞാൻ ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ മെജോറിറ്റി ആൾക്കാരും, നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്ത മെജോറിറ്റി ആൾക്കാരും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വാട്ട് ഈസ് യുവർ നോളജ് ഓഫ് എക്കണോമിക്സ്? ഹൗ വുഡ് യു റേറ്റ് യുവർ നോളജ് ഇൻ എക്കണോമിക്സ്? അതിൽ കുറച്ച് ആൾക്കാർ ചോദിച്ച്, ഒരു 3-4 പേര് ചോദിച്ച്, ബാക്കി മെജോറിറ്റി ആൾക്കാരും അവർ പറഞ്ഞിരുന്നു ദേ ആർ വീക്ക് ഇൻ എക്കണോമി ആൻഡ് ദേ നീഡ് ഇംപ്രൂവ്മെന്റ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പേസ് എടുക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, സാറേ കുറച്ച് പേസ് കൂട്ടണം അല്ലെങ്കിൽ സ്പീഡ് കൂട്ടണം. ഫുൾ പോർഷൻ കവർ ചെയ്യും. ഞാൻ പറഞ്ഞു 4 months ആണ് പറഞ്ഞത്. 4 months കൊണ്ട് ഫുൾ പോർഷൻ കവർ ചെയ്യും. there will be no compromise in that. പക്ഷെ പോകുന്നത് ഇപ്പൊ എതുക്കായിരിക്കും. കാരണം എന്താ, നമ്മൾ ആ ക്രൗഡിനെ അങ്ങനെ എടുത്തത് തന്നെ. ഓക്കെ ആണോ? പേസ് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് എടുക്കാം. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ് യു ക്യാൻ സി procyclical and countercyclical measures. Procyclical and countercyclical measures. Okay. So, ഇത് കഴിഞ്ഞ എക്കണോമിക് സർവേയിൽ പ്രതിപാദിച്ചിരുന്ന ഒരു ടേമാണ് പ്രോസൈക്ലിക്കൽ ആൻഡ് കൗണ്ടർ സൈക്ലിക്കൽ മെഷേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ് business cycle. Right. So in the last class, we have discussed the concept of business cycle. എന്താണ് പ്രത്യേകത? ഒരു എക്കണോമിയുടെ എങ്ങനെ വളരുന്നു എന്നാ പറഞ്ഞത്. ഒരു എക്കണോമി എങ്ങനെ ഏതൊക്കെ ഫേസ് കടന്നു പോകുന്നു.
ഗ്രോത്ത്, ബൂം, സ്ലോ ഡൗൺ, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി. സോ പ്രോസൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ those measures taken by the government, നമ്മുടെ ഗവൺമെന്റോ RBI എടുക്കുന്ന മെഷേഴ്സ് ആയിരിക്കാം. These are the measures taken by the government which is promoting the cycle, which is promoting the current phase of cycle. അതായത് ഒരു എക്കണോമി നിലവിൽ ഏത് ഫേസിലാണ്, നമ്മുടെ ബിസിനസ് സൈക്കിളിന്റെ ഏത് ഫേസിലാണ് ഒരു എക്കണോമി നിൽക്കുന്നത്, അതേ ഫേസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫേസ് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന മെഷേഴ്സ് അതാണെന്ത് പ്രോസൈക്ലിക്കൽ. സോ വി ക്യാൻ സേ പ്രോസൈക്ലിക്കൽ മീൻസ് those measures in line with the current phase of business cycle. ബിസിനസ് സൈക്കിളിന്റെ കറണ്ട് ഫേസിന് അതിന് തുല്യമായി അല്ലെങ്കിൽ അതിന് ഈക്വലായി അതിനൊപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന മെഷേഴ്സ് ആണിത് പ്രോസൈക്ലിക്കൽ മെഷേഴ്സ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഫേസ് 1 എടുക്കുക, ഗ്രോത്ത് ഫേസ് എടുക്കുക. എന്താ പ്രത്യേകത? നമ്മുടെ എക്കണോമി വളർന്നുകൊണ്ടിരിക്കുകയാണ്, എക്കണോമി ഈസ് ഓൺ ഗ്രോത്ത് സ്റ്റേജ്. ഈ സമയത്ത് നമ്മുടെ ഗവൺമെന്റ് പറയാണ്, ഗവൺമെന്റ് ഈസ് ഗിവിങ് ടാക്സ് റിലീഫ് ഓർ ടാക്സ് കട്ട് ടു ഇൻഡസ്ട്രീസ്. എന്ത് ചെയ്യുവാണ്? എക്കണോമി ഓൾറെഡി എന്താ ഗ്രോത്ത് ഫേസിലാണ്. ആ സമയത്ത് ഗവൺമെന്റ് പറയാണ് ഇൻഡസ്ട്രീസ് ടാക്സ് അടയ്ക്കേണ്ട, അല്ലെങ്കിൽ അടയ്ക്കേണ്ടത് തുച്ഛമായ ടാക്സ് ആണ്. ഗവൺമെന്റ് ഈസ് ഗിവിങ് tax cut to industries, which means industries need to pay only small amount or normal amount as tax. കുറച്ച് എന്ത് ചെയ്താൽ മതി? ടാക്സ് ആയിട്ട് പേ ചെയ്താൽ മതി. ഇപ്പൊ എന്ത് പറ്റും? ഓൾറെഡി എന്താണ് ഗ്രോത്ത് ഉണ്ട്, ഓൾറെഡി അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അവിടേക്കാണ് ഗവൺമെന്റ് റിലീഫ് കൊടുക്കുന്നത്, ഗവൺമെന്റ് ഈ ഒരു ടാക്സ് കട്ട് അനൗൺസ് ചെയ്തത്. ഇൻഡസ്ട്രി എന്ത് ചെയ്യാം? ഇൻഡസ്ട്രീസിന് ആ കിട്ടിയ ടാക്സ് ബെനിഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം. സോ നേരത്തെ 100 രൂപ ടാക്സ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ 20 രൂപ ടാക്സ് കൊടുത്താൽ മതി. ഇപ്പൊ ഇൻഡസ്ട്രി എന്ത് ചെയ്യും? ആ ഗ്യാപ്പുള്ള അവർക്ക് കിട്ടിയ 80 രൂപ അവരെന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി എന്താ ഗ്രോത്ത് ഉണ്ട്. വെൻ ദർ ഈസ് മോർ ഇൻവെസ്റ്റ്മെന്റ്, ഗ്രോത്ത് എന്ത് ചെയ്യും? പിന്നെയും കൂടാം. അതുപോലെ ഗവൺമെന്റ് മേ റെഡ്യൂസ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ലോൺസ്. നമ്മുടെ എക്കണോമിയിൽ പലിശ നിരക്ക് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. നമുക്കറിയാം നമ്മുടെ പല കമ്പനികളും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കാറുണ്ട്, കടമെടുക്കാറുണ്ട്. സോ ഈ പറഞ്ഞ പലിശ നിരക്ക് കുറയുമ്പോൾ ഒരു കമ്പനി ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ പലിശ എന്താ? കുറവാ. കമ്പനി എന്ത് ചെയ്യും? കൂടുതൽ എമൗണ്ട് ലോൺ എടുക്കാം, അല്ലെങ്കിൽ നേരത്തെ എടുക്കാതിരുന്ന കമ്പനി ലോൺ എടുക്കാം. സോ ഈ പറഞ്ഞ ലോൺ ടേക്കിംഗ് അല്ലെങ്കിൽ ലോൺ ബോറോയിങ് വർദ്ധിക്കുന്നു. അതനുസരിച്ച് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ്മെന്റ് പിന്നെയും വർദ്ധിക്കാം. അങ്ങനെ എന്താ? ഗ്രോത്ത് പിന്നെയും കൂടാം. സോ ഇവിടെ നോക്കൂ, ടാക്സ് കട്ട് ആയാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതായാലും എന്ത് ചെയ്യുകയായിരുന്നു? ഓൾറെഡി ഉള്ള ഫേസ് ആയ ഗ്രോത്ത് ഫേസിനെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ ഈ നടപടികളെല്ലാം നിലവിലുള്ള ഫേസിനെ ബൂസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനൊപ്പം വരുന്നതായിരുന്നു. ആ ലൈന് വരുന്ന ഫേസ് ആണെന്ത്? ആ ലൈന് വരുന്ന ആക്ട് ആണെന്ത്? പ്രോസൈക്ലിക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞു. അതുപോലെ ഈ സമയത്ത് സപ്പോസ് ഗവൺമെന്റ് ഈസ് ഗിവിംഗ് ഇൻകം ടാക്സ് റിബേറ്റ്സ് ടു ഇൻഡിവിജ്വൽസ്. ഇൻകം ടാക്സിൽ റിബേറ്റ് കൊടുക്കുകയാണ്. ഗവൺമെന്റ് പറയാണ് ഇനി മുതൽ നമ്മുടെ കൺസ്യൂമേഴ്സ്, ഇന്ത്യക്കാർ ടാക്സ് അടയ്ക്കേണ്ട, ആദായ നികുതി അടയ്ക്കേണ്ട. ഹാപ്പി ആയില്ലേ? സോ എന്താ? നേരത്തെയുള്ള കൺസ്യൂമേഴ്സ് ടാക്സ് പേ ചെയ്യണമായിരുന്നു. പക്ഷെ ഗവൺമെന്റ് പറയാണ് എന്ത്? ഇനി മുതൽ ടാക്സ് അടയ്ക്കേണ്ട. അപ്പൊ എന്താ പ്രത്യേകത? ആൾക്കാർക്ക് ടാക്സ് അടയ്ക്കേണ്ടെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പൈസ അവശേഷിക്കും. നേരത്തെ അവരുടെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴെന്താ? അത് 150 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? 50 രൂപ ടാക്സ് അവർ അടയ്ക്കേണ്ട. സോ ആൾക്കാരുടെ കയ്യിൽ മോർ പൈസ ഉണ്ടെങ്കിൽ, വെൻ പീപ്പിൾ ഹാവ് മോർ മണി,
ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കൂടുതൽ സാധനം പർച്ചേസ് ചെയ്യാം. ദേ ക്യാൻ പർച്ചേസ് മോർ ഗുഡ്സ്, ദേ ക്യാൻ സേവ് മോർ മണി. സാധനം കൂടുതൽ വാങ്ങാം, പൈസ കൂടുതൽ സേവ് ചെയ്യാം. അപ്പോൾ എന്ത് പറ്റും? വെൻ ദർ ഈസ് മോർ സേവിങ്, വെൻ ദർ ഈസ് മോർ പർച്ചേസിങ്, എന്താ പ്രത്യേകത? അവിടെ ഡിമാൻഡ് ഉണ്ടാവുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നു, ഗ്രോത്ത് ഉണ്ടാവുന്നു. സോ ദീസ് ആർ പ്രോ സൈക്ലിക്കൽ മെഷേഴ്സ്. മറ്റൊന്നാണ് കൗണ്ടർ സൈക്ലിക്കൽ മെഷേഴ്സ്. കൗണ്ടർ സൈക്ലിക്കൽ മെഷേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എക്കണോമി ഇപ്പോ റിസഷൻ ആണ്. നമ്മുടെ എക്കണോമി എന്ത് ചെയ്യുന്നു? റിസഷൻ ആണ്. റിസഷൻ. സോ റിസഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഗ്രോത്ത് നെഗറ്റീവ് ആണ്, പ്രൊഡക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, എംപ്ലോയ്മെന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഡിമാൻഡ് കുറവാണ്. ഇതാണ് എന്ത്? റിസഷൻ പ്രത്യേകത. ആൻഡ് whenever an economy is facing recession, ഗവൺമെന്റ് എന്ത് ചെയ്യുമായിരിക്കും? ഗവൺമെന്റ് വിൽ ടേക്ക് കൗണ്ടർ സൈക്ലിക്കൽ മെഷേഴ്സ്. എന്ത് ചെയ്യും? ആ സൈക്കിളിൽ നിന്ന് മറികടക്കാനായിട്ട്. കാരണം ഇപ്പൊ പോയിക്കൊണ്ടിരുന്ന എങ്ങനെയാ? ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണം? ഇത് റിവേഴ്സ് ചെയ്യണം. ഗവൺമെന്റ് വിൽ ട്രൈ ടു സ്പേസ്. ഈ ഫേസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യും? നടപടി എടുക്കും. സോ ഇവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? മുന്നോട്ടാക്കണം. ആ ഫേസിനെ മാറ്റണം. പ്രസന്റ് ഫേസിനെ റിവേഴ്സ് ചെയ്യണം. ദാറ്റ് ഈസ് counter cyclical measures. Those phases which is taken to reverse the cycle. നമ്മുടെ സൈക്കിളിന്റെ നിലവിലെ ഫേസ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ സൈക്കിളിനെതിരെയുള്ള ഫേസ്, അതാണ് എന്ത്? ഈ പറഞ്ഞ കൗണ്ടർ സൈക്ലിക്കൽ ഓർ ആന്റി സൈക്ലിക്കൽ എന്നൊക്കെ പറയാറുണ്ട്. കൗണ്ടർ സൈക്ലിക്കൽ ഓർ ആന്റി സൈക്ലിക്കൽ measures. And you can see ഒരു എക്കണോമിക് റെസഷൻ ആണ്. ആ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് പ്രൊവൈഡ്സ് റിലീഫ് പാക്കേജ്. നമ്മുടെ ആത്മനിർഭർ ഭാരത് പാക്കേജ് അനൗൺസ് ചെയ്തു. അതുപോലെ ഗവൺമെന്റ് ഈസ് അനൗൺസിങ് ടാക്സ് കട്ട്, ഇൻട്രസ്റ്റ് കട്ട് അനൗൺസ് ചെയ്യാണ്. എന്താ പ്രത്യേകത? നേരത്തെ നിർമ്മാണം കുറവാണ്, എംപ്ലോയ്മെന്റ് കുറവാണ്, ഡിമാൻഡ് കുറവാണ്. ടാക്സ് കട്ട് ചെയ്യുന്നു, വിച്ച് മീൻസ് ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസയായി, കമ്പനിയുടെ കയ്യിൽ കൂടുതൽ പൈസയായി. കമ്പനി എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. ആളുകൾ എന്ത് ചെയ്യാം? കൂടുതൽ സാധനം വാങ്ങാം. ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. കമ്പനി കൂടുതൽ സാധനം വാങ്ങുക, കമ്പനി കൂടുതൽ സാധനം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ സപ്ലൈയും വർദ്ധിക്കുന്നു, ഇൻവെസ്റ്റ്മെന്റും വർദ്ധിക്കുന്നു. സോ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെഷേഴ്സ് ആണ്. ടാക്സ് കട്ട് ചെയ്തു, ഇൻകം ടാക്സ് റിബേറ്റ് കൊടുത്തു, ഇൻട്രസ്റ്റ് കുറച്ചു. ബോത്ത് ആർ സെയിം മെഷേഴ്സ്. പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ ദ കറന്റ് ഫേസ് ഓഫ് എക്കണോമി, ഈ രണ്ട് മെഷേഴ്സ് എന്ത് ചെയ്യുന്നു? മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗ്രോത്ത് ഫേസില് ടാക്സ് കട്ട് കൊടുത്തു, ഇൻകം ടാക്സ് റിബേറ്റ് കൊടുത്തു, അതുപോലെ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കുറച്ചു. അപ്പോൾ എന്താ? ഗ്രോത്ത് ഫേസിലെ മെഷർ എന്ന് പറയുമ്പോൾ ദേ ആർ പ്രോ സൈക്ലിക്കലാണ്. കാരണം ഓൾറെഡി എന്താ? വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യുന്നു? വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നു. എന്നാൽ ഇതേ സെയിം മെഷർ റെസിഷൻ ബേസ്ഡ് ആണെങ്കിലോ, ഇതേ സെയിം മെഷർ സാമ്പത്തിക മാന്ദ്യ സമയത്താണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് പ്രോ, ഇറ്റ് ഈസ് കൗണ്ടർ ആണ്. കാരണം എന്താ? സാമ്പത്തിക ബന്ധം പറയുമ്പോൾ എന്താ? താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. സപ്പോസ് ഈ പറഞ്ഞ ടാക്സ് റിലീഫിന് പകരം, സപ്പോസ് ഈ ടാക്സ് കട്ടിന് പകരം, സപ്പോസ് പറയാം, വരയ്ക്കാം. സപ്പോസ് ഈ ടാക്സ് കട്ടിന് പകരം, സപ്പോസ് ഈ ടാക്സ് കട്ടിന് പകരം ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോവാണ്? ടാക്സ് ഹൈക്ക് ചെയ്യുന്നു, അതുപോലെ ഇൻട്രസ്റ്റ് ഹൈക്ക് ചെയ്യുന്നു, അതുപോലെ സർക്കാരിന്റെ എക്സ്പെൻഡിച്ചർ, സർക്കാർ വിപണിയിൽ ചെലവാക്കുന്ന പൈസ
ഗവൺമെന്റ് കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? റിസഷൻ പിന്നെയും വർദ്ധിക്കും. കാരണം എന്താ? ഓൾറെഡി പ്രൊഡക്ഷൻ കുറവാ, എംപ്ലോയ്മെന്റ് കുറവാ, ഡിമാൻഡ് കുറവാ. ആ സമയത്ത് ഗവൺമെന്റ് പറയാണ് കമ്പനികൾ കൂടുതൽ ടാക്സ് തരിക. ഓൾറെഡി എന്താ? കമ്പനിക്ക് നിർമ്മാണം കുറവാ, ലാഭം കുറവാ. ആ സമയത്താണ് ടാക്സ് ഹൈക്ക് ചെയ്യുന്നത്. വിച്ച് മീൻസ് മോർ മണി ഈസ് അബ്സോർബ് ഫ്രം കമ്പനി ബൈ ദ ഗവൺമെന്റ്. കമ്പനിയിൽ നിന്ന് കൂടുതൽ പൈസ ഗവൺമെന്റ് എന്ത് ചെയ്യുവാണ്? അബ്സോർബ് ചെയ്യുകയാണ്. വിച്ച് മീൻസ് there will be less chance for further investment. കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്താ? അവിടെ കുറയ്ക്കുക. വിച്ച് മീൻസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? പിന്നെയും കുറയും. ഇവിടെ നിൽക്കുക റെസിഷൻ വെച്ചോ, അത് പിന്നെയും താഴേക്ക് പോകും. അതുപോലെ ഓൾറെഡി എന്താണ്? പ്രൊഡക്ഷൻ കുറവാ. ആ സമയത്ത് ഗവൺമെന്റ് പറയാണ് ഞങ്ങൾ എക്കണോമിയിലുള്ള പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ പോവുക. ആ ലോൺ എടുക്കുവോ? ഇല്ല, പലിശ കൂടുതലല്ലേ. കമ്പനി എന്ത് ചെയ്യത്തില്ല? ലോൺ എടുക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെയും ഇൻവെസ്റ്റ്മെന്റ് കുറയും, പിന്നെയും പ്രൊഡക്ഷൻ കുറയുന്നു, എംപ്ലോയ്മെന്റ് കുറയുന്നു, ഡിമാൻഡ് കുറയുന്നു. അതുപോലെ സർക്കാർ പറയുന്നു വി ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ എക്കണോമി. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എക്കണോമി ഞങ്ങളൊന്നും പൈസ മുടക്കാൻ പോകുന്നില്ല. വി ആർ നോട്ട് പേയിങ് എനി സാലറി, വി ആർ നോട്ട് ഗോയിങ് ടു പേ എനി പെൻഷൻ. പെൻഷൻ കൊടുക്കുന്നില്ല, സാലറി കൊടുക്കുന്നില്ല. സോ ഓൾറെഡി എന്താ? ഓൾറെഡി നെഗറ്റീവ് ഫേസ് ആണ്. ആ സമയത്ത് എക്കണോമിയിലേക്ക് പൈസ ഗവൺമെന്റ് കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തുണ്ടാവും? പിന്നെയും റിസഷൻ ആവും. സോ ഇതെന്താ? പ്രോസൈക്ലിക്കൽ ആണ്. ഓൾറെഡി ഉള്ള റിസഷൻ ഫേസിനെ, ഓൾറെഡി ഉള്ള സാമ്പത്തിക മാന്ദ്യ ഫേസിനെ പിന്നെയും സ്ട്രെങ്തൻ ചെയ്യാനാണ് കാണുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ കറന്റ് ഫേസ്, നമ്മുടെ എക്കണോമി നിലവിൽ ഏത് ഫേസ് നിൽക്കുന്നു അതനുസരിച്ച് സർക്കാരിന്റെ നടപടികൾ പ്രോസൈക്ലിക്കൽ ആവാം, കൗണ്ടർ സൈക്ലിക്കൽ ആവാം. The measures may be pro-cyclical or counter-cyclical depending on the current situation of the economy. Okay, got it? കിട്ടിയോ? Okay. കിട്ടിയെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതിന് ഉത്തരം പറയും. ബാക്കിയാരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറച്ചുപേരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു, കുറച്ചുപേരൊക്കെ മിണ്ടായിരിക്കുകയാണ്. സൈലന്റ് ലിസ്ണേഴ്സ്. നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും കേട്ടോ. മൈക്ക് ഓൺ ആക്കി പറയാം, ചാറ്റ് ബോക്സിൽ പറയാം, ഹാൻഡ് റൈസ് ചെയ്ത് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കറിയില്ല നിങ്ങൾ ക്ലാസ്സിലുണ്ടോ എന്ന് അറിയില്ല. ഓൺലൈൻ്റെ പ്രത്യേകത, ഓൺലൈനിന്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ക്ലാസ്സിലുണ്ടോ അറിയില്ല, നിങ്ങളുടെ മുഖം കാണുന്നില്ല, നിങ്ങൾ റെസ്പോൺസ് അറിയത്തില്ല. എല്ലാവരും ക്യാമറ ഓഫാക്കി ഇരിക്കുമല്ലേ? ഓണൊക്കെ ഞാൻ പറയത്തില്ല, അല്ലേ? ഓഫാക്കി ഇരിക്കട്ടെ. സോ ചോദ്യം, which of the following could be regarded as pro-cyclical policies in the economy? Government choosing to increase government spending during an economic expansion. Government increasing tax on companies during recession. ഇതിൽ ഏതാണ് pro-cyclical measures? എന്താ pro-cyclical എന്ന് വെച്ചാൽ എന്താ? Those measures which is in line with the current economy അല്ലെങ്കിൽ കറന്റ് ഫേസ് ഓഫ് ബിസിനസ് സൈക്കിൾ. നമ്മൾ ബിസിനസ് സൈക്കിളിന്റെ കറന്റ് ഫേസിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിന് ലൈൻ വരുന്ന മെഷേഴ്സ്. സോ ഏതാണ്? നോക്കാം നമുക്ക്. ആൻസർ ഓക്കെ, വെരി ഗുഡ്. ഒരാൾ ആൻസർ പറഞ്ഞു, രണ്ടുപേരും ആൻസർ പറഞ്ഞു. നോക്കൂ, നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ എന്താ? ഗവൺമെന്റ് choosing to increase government spending during an economic expansion. എന്നുവെച്ചാൽ എന്താ? Already there is a boom, economic expansion ആണ്. എക്കണോമിക്കിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുക. ആ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് സ്പെൻഡിങ്. ഓർമ്മയുണ്ടല്ലോ GDP ഇക്വേഷൻ, C+I+G+X - M. ഇതിൽ G എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ്
വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ എന്താ, ഓൾറെഡി വി ആർ എക്സ്പീരിയൻസിങ് എക്സ്പാൻഷൻ. ആ സമയത്ത് ഓൾറെഡി എവിടെ നിൽക്കുക, നമ്മൾ എവിടെ നിൽക്കുക, ഓൾറെഡി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ആ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും പൈസ മുടക്കുന്നു, പൈസ സ്പെൻഡ് ചെയ്യുക എക്കണോമിയിലേക്ക്. അപ്പൊ എന്ത് പറ്റും, there will be further growth or there will be further expansion of economy. ഫസ്റ്റ് എന്താ, എക്കണോമിക് എക്സ്പാൻഷനെ പ്രൊമോട്ട് ചെയ്യുന്ന മെഷറാണ്, അല്ലെങ്കിൽ നിലവിലെ ഫേസിനെ പ്രൊമോട്ട് ചെയ്യുന്ന മെഷറാണ്. സോ എന്താ, പ്രോ സൈക്ലിക്കൽ മെഷറാണ്. സെക്കൻഡ് എന്താ പറഞ്ഞേ, ഗവൺമെന്റ് ഇൻക്രീസിങ് ടാക്സ് റേറ്റ് ഡ്യൂറിങ് റിസഷൻ. എന്താ പറഞ്ഞേ, ഗവൺമെന്റ് ഇൻക്രീസിങ് ടാക്സ് റേറ്റ് ഡ്യൂറിങ് റിസഷൻ. സോ ഫേസ് ഏതാണ് ഇപ്പം, ദിസ് ഇസ് ഫേസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം കുറഞ്ഞിരിക്കുന്നു, പ്രൊഡക്ഷൻ കുറവാണ്, ഉൽപാദനമില്ല, കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ആൾക്കാർ സാധനം വാങ്ങുന്നില്ല, എക്കണോമിയില് GDP ഡിക്ലൈൻ ചെയ്തു. കുറഞ്ഞതല്ല, ഡിക്ലൈൻ എന്ന് വെച്ചാൽ എന്താ, ഡിക്ലൈൻ മീൻസ് GDP കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, GDP കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോവാണ്, ടാക്സ് ചെയ്യാൻ പോവാണ്. ആരെ, കമ്പനിയെ ടാക്സ് ചെയ്യാൻ പോവുക. വിച്ച് മീൻസ് ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഓൾറെഡി പ്രൊഡക്ഷൻ കുറവാ. ആ സമയത്ത് ഗവൺമെന്റ് കമ്പനികളെ ടാക്സ് ചെയ്യുമ്പോൾ കമ്പനീസ് വിൽ ഗെറ്റ് സ്ട്രഗിൾഡ്. അവർ സ്ട്രഗിൾ ചെയ്യപ്പെടും, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശേഷി റെഡ്യൂസ് ചെയ്യും. their investment capability will get affected. അപ്പോൾ എന്ത് ചെയ്തില്ല, അവർ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. വിച്ച് മീൻസ് പ്രൊഡക്ഷൻ ഫർദർ ഡിക്ലൈൻസ്. പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു, പിന്നെയും കുറയുന്നു. പ്രൊഡക്ഷൻ പിന്നെയും കുറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ഗ്രോത്ത് എങ്ങോട്ട് പോകും, താഴോട്ട് പോകും. വിച്ച് മീൻസ് ഈ മെഷർ എന്താണ്, ഒരു പ്രോ സൈക്ലിക്കൽ മെഷറാണ്. കാരണം എന്താ, നിലവിലുള്ള മെഷറിനൊപ്പം പോവുക, നിലവിലുള്ള ഫേസിനൊപ്പം ആക്ട് ചെയ്യുക. അതാണെന്ത്, പ്രോ സൈക്ലിക്കൽ എന്ന് പറഞ്ഞാൽ. നിലവിലുള്ള മെഷറിനൊപ്പം പോവുക, നിലവിലുള്ള ഫേസിനൊപ്പം പോവുക, അതാണെന്ത്, പ്രോ സൈക്ലിക്കൽ. സോ ആൻസർ എന്താ, അപ്പം രണ്ട് മെഷേഴ്സും പ്രോ സൈക്ലിക്കൽ ആണ്. ഇപ്പൊ ശ്രദ്ധിച്ചപ്പം നോക്കുക, ജസ്റ്റ് ഈ സൈക്കിൾ വരച്ചു നോക്കുക. ഇങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ ഈ സൈക്കിൾ നോക്കുക, അമ്മ നോക്കുക, ഇപ്പൊ ഏത് ഫേസ്, ഈ മെഷർ കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവും എക്കണോമിയിൽ എന്നെന്ത് ചെയ്യുക നോക്കുക. Which of the following could be regarded as counter cyclical policies? ചോദ്യം എന്താണ്, പ്രോ സൈക്ലിക്കൽ അല്ല, കൗണ്ടർ സൈക്ലിക്. താഴെ തന്നവയിൽ ഏതാണ് കൗണ്ടർ സൈക്ലിക്കൽ പോളിസീസ്? ഗവൺമെന്റ് ചൂസിങ് ടു ഇൻക്രീസ് ഗവൺമെന്റ് സ്പെൻഡിങ്. സർക്കാർ എന്ത് ചെയ്യുന്നു, സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നു എക്സ്പാൻഷൻ സമയത്ത്. വിച്ച് മീൻസ് ഓൾറെഡി ഗ്രോത്ത് ഫേസ് ആണ്. ഇപ്പൊ സ്പെൻഡിങ് കൂടുമ്പോൾ എന്താ, പിന്നെയും കൂടുന്നല്ലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, എന്ത് മാത്രമേ മാറ്റിയുള്ളൂ, ഹെഡിങ് മാത്രമേ മാറ്റിയുള്ളൂ. വിച്ച് മീൻസ് ഈ പറഞ്ഞ ഫസ്റ്റ് മെഷർ ഈസ് നോട്ട് എ കൗണ്ടർ സൈക്ലിക്കൽ, ഇറ്റ് ഈസ് എ പ്രോ സൈക്ലിക്കൽ. അടുത്തത്, ടാക്സ് കമ്പനിക്ക് മേലെ കൂട്ടുന്നു. നേരെ മറിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആവുന്ന വെച്ചോ, ഗവൺമെന്റ് ഇൻക്രീസിംഗിന് പകരം ഡിക്രീസിംഗ് ടാക്സ് എന്ന് പറയുകയാണെങ്കിൽ, ഗവൺമെന്റ് കമ്പനിക്ക് മേലുള്ള ടാക്സ് കുറയ്ക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ എന്താവും, അത് കൗണ്ടർ സൈക്ലിക്കൽ ആവും. അതിന് കാരണം എന്താ, ഈ പറഞ്ഞ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടാക്സ് റിലീഫ് കൊടുക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് പോകുന്ന ഗ്രോത്ത് എന്ത് ചെയ്യും, മേലോട്ട് പോകും. കാരണം എന്താ, ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നു, നിർമ്മാണം വർദ്ധിക്കും, നിന്ന് തിരിച്ചു പോകും. സോ ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താ, പ്രോ സൈക്ലിക്കലാണ്. നമ്മുടെ ചോദ്യത്തിലുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റും പ്രോ ആണ്. വിച്ച് മീൻസ് നെയ്തർ വൺ നോട്ട് ടു. നേരത്തെ ആൻസർ സി, ഫസ്റ്റ് ആൻസർ സി, സെക്കൻഡ് ആൻസർ ഡി. I think everyone has commented. Very good. Very good. Okay.
So now we are going to discuss about GNP, Gross National Product. So this is about GDP. നമ്മൾ GDP പറ്റിയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. വിശദമായിട്ട് തന്നെ GDP, GNP, GDP, GVA and growth measurement, recovery, recession, business cycle, procyclical, countercyclical. So കഴിഞ്ഞൊരു 2-3 years current affairs എന്ന ടേമുകൾ ഉൾപ്പെടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So I have discussed the various terms which are seen in newspapers the last 3 years also in this discussion. അടുത്ത് പറയുന്നത് എന്താണ്? GNP, Gross National Product. നമ്മൾ GDP പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു GDP ഈസ് മോർ ടെറിട്ടറി സ്പെസിഫിക് ആണ്. എവിടെ ഉൽപ്പാദനം നടക്കുന്നു, where is the area of production, that is the main concern of GDP. അല്ലേ? ഇപ്പം ഏരിയ എവിടെയാണ്, എവിടെ നിർമ്മാണം നടക്കുന്നു, ഇന്ത്യയിലാണോ ഇന്ത്യക്ക് പുറത്താണോ, ഇന്ത്യൻ ടെറിട്ടറിക്കകത്താണോ ഔട്ട്സൈഡ് ഇന്ത്യൻ ടെറിട്ടറിക്കകത്താണോ, ദാറ്റ് ഈസ് ദ മെയിൻ ഫോക്കസ് ഓർ മെയിൻ അജണ്ട ഓഫ് GDP. എന്നാൽ GNP എന്ന് പറയുമ്പോൾ we can see it mainly focus on the nationals. It mainly focus the residentship of persons, or it mainly focus who is producing. ആര് ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റെന്താണ് എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റേത് എവിടെ നിർമ്മിക്കുന്നു എന്നാണ് GDP പറയുന്നത്. GNP പറയുന്നത് എന്താ? ആര് നിർമ്മിക്കുന്നു, ആരാണ് ഈ പറഞ്ഞ ഉൽപ്പന്നം നിർമ്മിക്കുന്നത്. That is the main focus of GNP. So definition നോക്കുകയാണെങ്കിൽ GNP is the money value of total output of production of final goods and services. So ഇവിടെ എന്താ, ഫൈനൽ ഗുഡ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. So GDP is the money value of total output or production of final goods and services produced by nationals of a country during a financial year. So here we can see the main focus is ആര് ഉൽപ്പാദിപ്പിച്ചു, മറ്റെന്താ പറയുന്നത്, produced in the domestic territory of a country എന്നാണ് പറയുന്നത് GDP. So GNP എന്താ പറയുന്നത്? GNP is the money value of production of final goods and services which are produced by nationals of a country during a financial year or during a period of time. And you can see nationals എന്ന് പറയുമ്പോൾ it mainly focus on റെസിഡൻഷിപ്പ് ആണ്, റെസിഡൻസ് ആണ്, അല്ലാതെ സിറ്റിസൺഷിപ്പ് അല്ല. അറിഞ്ഞിരിക്കുക, നാഷണൽസ് എന്ന് പറയുമ്പോൾ GNPയിൽ നാഷണാലിറ്റി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ് ദ സിറ്റിസൺഷിപ്പ്, ഇയാളുടെ പൗരത്വമല്ല പറയുന്നത്, മറിച്ച് ഇയാളുടെ റെസിഡൻസ് ഏതാണ്. നമുക്കറിയായിരിക്കുമല്ലോ, നമ്മൾ ഈ ആപ്ലിക്കേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴേ ചില ആപ്ലിക്കേഷനൊക്കെ എഴുതുമ്പോൾ പെർമനന്റ് റെസിഡൻസ്, കറന്റ് റെസിഡൻസ് എന്ന് പറയാറില്ലേ. നമ്മൾ പലപ്പോഴും ഗവൺമെന്റ് ജോബിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ദർ ഈസ് എ പോർഷൻ കോൾഡ് കോണ്ടാക്ട് ഡീറ്റെയിൽസ്. അത് നമ്മൾ എഴുതും, അഡ്രസ് കാണും. അതിനൊപ്പം തന്നെ ദർ ഈസ് പോർഷൻ കോൾഡ് പെർമനന്റ് അഡ്രസ് അല്ലെങ്കിൽ കറന്റ് റെസിഡൻസ്. അവിടെ കാണിക്കും ഇഫ് യുവർ പെർമനന്റ് റെസിഡൻസ് ഈസ് സെയിം ആസ് കറന്റ് അഡ്രസ് ദെൻ ടിക്ക് ഇൻ ദ കോളം ബിലോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. സോ റെസിഡൻസ് പറഞ്ഞാൽ എന്താ, ഇയാൾ എവിടെ ഇപ്പോൾ താമസിക്കുന്നു, ഈ വ്യക്തി ഇപ്പോൾ എവിടെ താമസിക്കുന്നു. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയില് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് NRI ഉണ്ടല്ലോ. NRI, നോൺ റെസിഡന്റ് ഇന്ത്യൻസ്. എന്താ പ്രത്യേകത? NRI എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? their residence is not in India. They are ഇപ്പോഴും എന്താ NRI എന്ന് പറയുമ്പോൾ unless and until they revoke their citizenship, ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാത്തോളം കാലം NRIs ആരാ? ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലേ? NRI എന്ന് പറയുമ്പോൾ എന്താ? നോൺ റെസിഡന്റ് ഇന്ത്യൻ. നമ്മൾ പറയുന്ന പ്രവാസി എന്ന് പറയത്തില്ലേ, പ്രവാസി എന്ന കോമൺ ടേം ഉപയോഗിച്ച് വിളിക്കുന്ന നോൺ റെസിഡന്റ് ഇന്ത്യൻ ഓർ പ്രവാസി പോപ്പുലേഷൻ. സോ ഈ പ്രവാസി എന്ന് പറയുമ്പോൾ ദേ ആർ ഇന്ത്യൻ സിറ്റിസൺ ആണ്, പക്ഷെ their residence is not India. So normally as per government norms it is said that ഒരു വ്യക്തി
ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വൽ 180 days എബോവ് 150 ദിവസം മേലെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി റെസിഡ് ചെയ്യുകയാണെങ്കിൽ, he will be called as an NRI. If a person is staying out of India, ഒരു വ്യക്തി 180 days മേലെ, ഒരു വ്യക്തി 180 days മേലെ ഇന്ത്യക്ക് പുറത്ത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് റെസിഡ് ചെയ്യുകയാണെങ്കിൽ, he is deemed to be considered as an NRI. So 180 days, 6 months ആണ് the criteria as per government official record. സർക്കാരിന്റെ ഒഫീഷ്യൽ റെക്കോർഡ് പ്രകാരം 6 മാസം മേലെ ഒരു വ്യക്തി പുറത്ത് നിൽക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം? NRI ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ പർപ്പസിന് എടുത്തേക്കുന്നത്. സോ നമുക്ക് നോക്കാം ഈ GNP അപ്പോ എന്തൊക്കെ വരും നോക്കാം. ഓക്കെ, സോ പറഞ്ഞു GNP എന്താ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് all those final goods which are produced by nationals of a country. So നമ്മൾ പറഞ്ഞാണ് ടാറ്റ, നമ്മുടെ ടാറ്റ എന്റർപ്രൈസ് ഈസ് ഓണിങ് നമ്മുടെ ജാഗ്വർ കാർ. അങ്ങനെയുണ്ടല്ലോ, ടാറ്റ എന്റർപ്രൈസ് ലാൻഡ് റോവറിന്റെ കീഴിലുള്ള ജാഗ്വർ കാറിന്റെ പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ ഓണർഷിപ്പ് ആർക്കാണ്? ടാറ്റയ്ക്കാണ്. സോ വെൻ വി ഡിസ്കസ് GDP, ഈ ജാഗ്വറിന്റെ കാറിന്റെ സെയില്, അതിന്റെ ഉൽപാദനവും വിറ്റുവരവും അതിന്റെ വിൽപ്പനയും എന്ത് വരില്ലായിരുന്നു? ഇന്ത്യയുടെ GDP-യിൽ വരില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ? ജാഗ്വർ ഈസ് എ കമ്പനി ഹു ഈസ് പ്രൊഡ്യൂസിങ് കാർസ് ഇൻ UK. UK-യിലാണ് എന്ത്? ജാഗ്വറിന്റെ കാർ നിർമ്മാണം നടക്കുന്നത്. ഏരിയ ഓഫ് പ്രൊഡക്ഷൻ എവിടെയാണ്? UK ആണ്, ആണല്ലോ. എന്നാൽ ഈ ടാറ്റ എന്ന കമ്പനി ജാഗ്വർ കാറിൽ വിറ്റു, പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റു. ആ പ്രൊഡ്യൂസ് കിട്ടുമ്പോൾ ദേ വിൽ ഗെറ്റ് സം ഇൻകം, കിട്ടുമല്ലോ. ടാറ്റ ഈ കാർ വിറ്റു, സപ്പോസ് 100 രൂപ, സപ്പോസ് ഒന്നുമല്ല, 100 രൂപ കിട്ടി. ഈ 100 രൂപ ടാറ്റ എന്ത് ചെയ്യും? അവർ കിട്ടിയ 100 രൂപ ടാറ്റ വിൽ യൂസ് ടു കോമ്പൻസേറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡിന് റെന്റ്, ലേബറിന് വേജ്, നമ്മുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓൺടർപ്രണർ. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ ഓൺടർപ്രണർ ഓഫ് ടാറ്റ. ടാറ്റ എന്റർപ്രൈസിലേക്ക് ഓൺടർപ്രണർ ആയിട്ട് പോയത് ആരാ? രത്തൻ ടാറ്റയാണ്. ദ ഓണർ, ഈ പറഞ്ഞ ടാറ്റ എന്റർപ്രൈസിന്റെ ഓണറായിട്ട് പോയത് മെയിൻലി പറയുമ്പോൾ, സിംപ്ലി പറയുമ്പോൾ രത്തൻ ടാറ്റയാണ്. ആൻഡ് യു ക്യാൻ സീ ഈ ടാറ്റ കിട്ടിയ ആഫ്റ്റർ സെയിൽ കിട്ടിയ പ്രൈസ്, കിട്ടിയ എമൗണ്ട് ടാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു ഷെയർ, അതിലെ ഫാക്ടർ ഇൻകം എങ്ങോട്ട് വരുന്നുണ്ട്? ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ബിക്കോസ് ടാറ്റ എന്ത് കമ്പനിയാ? ഇന്ത്യയിൽ ഹെഡ്ക്വാർട്ടർ ഉള്ള, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനിയാണെന്ത്? ടാറ്റ. സിൻസ് ടാറ്റ ഇസ് എ കമ്പനി വിച്ച് ഇസ് രജിസ്റ്റർഡ് ഇൻ ഇന്ത്യ, ദ പ്രോഫിറ്റ്, ദ ഫാക്ടർ ഇൻകംസ് ഓഫ് ടാറ്റ എങ്ങോട്ട് വരും? ഇന്ത്യയിലേക്ക് വരും. ദ ഫാക്ടർ ഇൻകംസ്, സപ്പോസ് ഈ പറഞ്ഞ ടാറ്റ എന്ന കമ്പനിക്ക്, അല്ലെങ്കിൽ ജാഗ്വർ എന്ന ടാറ്റ ഓൺ ചെയ്യുന്ന കമ്പനിക്ക് ലാൻഡ് പ്രൊവൈഡ് ചെയ്തത്, അതിന് പൈസ മുടക്കിയത് ഇന്ത്യൻ ഹൗസ്ഹോൾഡ് ആണെങ്കിൽ, ഇൻട്രസ്റ്റ് മുടക്കിയത്, ക്യാപിറ്റൽ മുടക്കിയത് ഇന്ത്യൻ ഹൗസ്ഹോൾഡ് ആണെങ്കിൽ, അതിന് കിട്ടുന്ന റെമ്യൂണറേഷൻ, അതിന് കിട്ടുന്ന ഫാക്ടർ പേയ്മെന്റ് എങ്ങോട്ട് വരും? ഇന്ത്യയിലേക്ക് വരും. സോ വി ക്യാൻ സീ വെൻ ജാഗ്വർ ഈസ് സോൾഡ് ബൈ ടാറ്റ ഇൻ UK, UK-യിൽ കാർ വിൽക്കുമ്പം, അല്ലെങ്കിൽ UK-യിൽ കാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പം, വി ക്യാൻ സീ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ India's GDP. But since the factor incomes are coming to India, ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫാക്ടർ ഇൻകം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം this is included in India's GNP. ഇന്ത്യയുടെ GNP-യിൽ എന്ത് ചെയ്യും? നമ്മൾ ഇത് ആഡ് ചെയ്യുന്നു. കാരണം GNP എന്ന് പറഞ്ഞാൽ എന്താ? GNP എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നാഷണൽസ് ഓഫ് എ കൺട്രി. സോ ടാറ്റ എന്താ? ഇന്ത്യൻ നാഷണൽ ആണ്. ടാറ്റ എന്ന കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. ആൻഡ് ഈ പറഞ്ഞ കമ്പനിയിലെ എംപ്ലോയീസ്, അതുപോലെ
ഈ പറഞ്ഞ എന്റർപ്രണർക്കാരാ ഇന്ത്യക്കാരും വരാം. സോ എന്താ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ GNP-യില് ആഡ് ചെയ്യണം. കാരണം എന്താ? ടാറ്റ വിൽ ഷെയർ ദ പ്രോഫിറ്റ് ടു ഇന്ത്യ. അതുപോലെ ആമസോൺ എടുക്കുക. Amazon.in. നമ്മൾ പറഞ്ഞു ജെഫ് ബിസോസ് ഓൺ ചെയ്യുന്ന ഈ ഒരു കമ്പനി ഇന്ത്യയിൽ സർവീസ് ഓഫർ ചെയ്യുന്നു. ഇന്ത്യയിൽ ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈ കമ്പനി ഇ-കൊമേഴ്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്ത്യാസ് GDP. പറഞ്ഞല്ലോ, ഇന്ത്യയുടെ GDP-യിൽ എന്ത് ചെയ്യും? ഇത് ഇൻക്ലൂഡ് ചെയ്യും. അതിന് കാരണം എന്താ? ദ ഏരിയ ഓഫ് സർവീസ് പ്രൊഡക്ഷൻ ഇന്ത്യ. എന്നാൽ ഈ പറഞ്ഞ Amazon.in ഇവർക്ക് കിട്ടിയ ഫാക്ടർ പേയ്മെന്റ്സിന്റെ ഒരു ഷെയർ, ഇവർക്ക് കിട്ടുന്ന ഫാക്ടർ പേയ്മെന്റ് ഒരു ഷെയർ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഹോം കൺട്രി ആയ US-ലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. സോ വി ക്യാൻ സി Amazon.in അമേരിക്കൻ കമ്പനിയാണ്. സോ ഈ കമ്പനിയുടെ ഒരു ഷെയർ, എല്ലാം പോകുന്നു പറയുന്നില്ല, ഫാക്ടർ പേയ്മെന്റ് ഒരു ഷെയർ അമേരിക്കയിൽ എന്ത് ചെയ്യും? അതുപോലെ ടാറ്റയുടെ ഒരു ഷെയർ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യും? വരും. സോ വി ക്യാൻ സി GNP എന്താ നോക്കുന്നേ? നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെയും വാല്യൂ. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയാം. സപ്പോസ് ഞാൻ വിഷ്ണു, ഹി ഈസ് ആൻ ഇന്ത്യൻ റെസിഡന്റ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോവാണ്, ടു USA, ആൻഡ് ഐ എം ഗോയിങ് ടു വർക്ക് ഇൻ മൈക്രോസോഫ്റ്റ്. പോരെ, ഞാൻ എന്ത് ചെയ്യുന്നു? മൈക്രോസോഫ്റ്റ് വർക്ക് ചെയ്യാൻ പോവാണ്. ആൻഡ് ഐ എം വർക്കിംഗ് ഇൻ മൈക്രോസോഫ്റ്റ് ഫോർ 2 months. 2 മാസത്തേക്കാണെന്ത്? ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. ആൻഡ് സിൻസ് ഐ ആം വർക്കിംഗ് ഇൻ മൈക്രോസോഫ്റ്റ് ഫോർ 2 months, ഞാൻ അപ്പോഴും എന്താണ്? ആ സമയത്തും വിഷ്ണു ഈസ് ആൻ ഇന്ത്യൻ റെസിഡന്റ്. കാരണം എന്താ? 180 days കഴിഞ്ഞാൽ മാത്രമേ എന്റെ ഇന്ത്യൻ റെസിഡന്റ് സ്റ്റാറ്റസ് റിവോക്ക് ചെയ്യപ്പെടത്തുള്ളൂ. ടിൽ ദാറ്റ് ഞാൻ എന്താ? ഐ ആം ആൻ ഇന്ത്യൻ റെസിഡന്റ്. സോ ഞാൻ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നതനുസരിച്ച് മൈക്രോസോഫ്റ്റ് വിൽ ഗീവ് മീ വേജസ്. എനിക്ക് എന്ത് ചെയ്യും? ശമ്പളം തരും. ഈ ശമ്പളം എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ ഫാക്ടർ ഇൻകം ആണ്, ആണല്ലോ. ഈ ശമ്പളം എന്താ? ഫാക്ടർ ഇൻകം ആണ്. ആൻഡ് ദിസ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യത്തില്ലേ? ഇതിലേക്ക് വരത്തില്ലേ? ആൻഡ് യു ക്യാൻ സി ദിസ് ഫാക്ടർ ഇൻകം ഒരു ഇന്ത്യൻ റെസിഡന്റ് ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകം വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ GNP. ഒരു ഇന്ത്യൻ റെസിഡന്റ് ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്യുന്ന ഫാക്ടർ ഇൻകം എന്ത് ചെയ്യും? ഇന്ത്യൻ GNP-യിൽ ഇൻക്ലൂഡ് ചെയ്യും. നേരെ മറിച്ച് ഞാൻ സപ്പോസ് ഐ ആം ഗോയിങ് ടു USA and I am working in USA for 2 years. സപ്പോസ് വിചാരിക്കുക ഞാൻ എന്ത് ചെയ്യുന്നു? 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചോ. 2 വർഷം കഴിഞ്ഞു. മൈക്രോസോഫ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് 2 വർഷമായി. ആൻഡ് യു ക്യാൻ സി 2 വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായി മാറി? ഐ ബിക്കം ആൻ NRI. ഞാൻ എന്തായി മാറി? NRI ആയി മാറി. നോൺ റെസിഡന്റ് ഇന്ത്യ ആയി മാറി. പ്രവാസിയായി മാറി. പ്രവാസിയായ ഞാൻ, NRI ആയ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സപ്പോസ് ഞാൻ വർക്ക് ചെയ്തു, എനിക്ക് ശമ്പളം കിട്ടി. ശമ്പളം ഞാൻ എൻ്റെ വൈഫിന് അയച്ചു കൊടുക്കുക. NRI ആയ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ വൈഫിന് പൈസ അയച്ചു കൊടുത്തു. ഇതിന് പറയുന്നതാണ് എന്ത്? റെമിറ്റൻസ് എന്ന് പറയും. റെമിറ്റൻസസ്, ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയും. ട്രാൻസ്ഫർ പേയ്മെന്റ്. ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ദീസ് ആർ യൂണിഡയറക്ഷണൽ പേയ്മെന്റ് ഫ്രം one party to another party, in which the receiver did not have the obligation to repay. So
ഈ റെമിറ്റൻസ് പറഞ്ഞ ഒരു പ്രവാസി നമ്മുടെ ഇന്ത്യയിലേക്ക് അയച്ചു തരുന്ന പൈസ, അതാണ് റെമിറ്റൻസ് പറഞ്ഞ. ഈ റെമിറ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. എന്താണ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ? ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ദീസ് ആർ യൂണിഡയറക്ഷണൽ പേയ്മെന്റ് ആണ്. അതായത് 2 പേരുണ്ടെങ്കിൽ ഒരിടത്തേക്ക് മാത്രം വന്ന പേയ്മെന്റ് ആണ്. സോ ഞാൻ എ ടു ബി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ മണി ഈസ് ഗോയിങ് ഫ്രം എ ടു ബി ആൻഡ് ബി എന്ത് ചെയ്യണ്ട? ഇത് തിരിച്ചു കൊടുക്കണ്ട. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പെൻഷൻ മറ്റു പെൻഷൻ അല്ല, സാലറി അല്ല, ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യൽ വെൽഫെയർ പെൻഷൻ, സോഷ്യൽ വെൽഫെയർ പെൻഷൻ. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 കൊടുക്കുന്നില്ലേ? അതുപോലെ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൊടുക്കുന്നില്ലേ? അതുപോലെ സ്കോളർഷിപ്സ്, സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, ഇ ഗ്രാൻസ്. സോ ഗവൺമെന്റ് ഈസ് ഗിവിംഗ് ലോട്ട് ഓഫ് സ്കോളർഷിപ്പ് ടു ദ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. നമ്മുടെ ഇന്ത്യയിൽ ഡിഫറെന്റ് സ്കോളർഷിപ്പുകൾ, ഡിഫറെന്റ് അൺഎംപ്ലോയ്മെന്റ് അലവൻസുകൾ, സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കേരളം പറയുമ്പോൾ 1600 രൂപയാണെന്ത് നമ്മുടെ കേരള ഗവൺമെന്റ് നമ്മുടെ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നത്. ആൻഡ് യു ക്യാൻ സി ഇതൊക്കെ എന്താണ്? യൂണിഡയറക്ഷണൽ പേയ്മെന്റ് ആണ്. ഒറ്റയിടത്തേക്ക് പോകുന്നതാ, ഗവൺമെന്റ് ടു സിറ്റിസൺ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ട? ഈ പറഞ്ഞ സിറ്റിസൺ എന്ത് ചെയ്യണ്ട? തിരിച്ചടക്കണ്ട. അത് മാത്രമല്ല, ഈ ഒരു പേയ്മെന്റ് ഗവൺമെന്റ് കൊടുക്കുന്നത് നോട്ട് ഫോർ എനി സർവീസ് പ്രൊവൈഡഡ് ബൈ ദ പേഴ്സൺ. ഈ പറഞ്ഞ വ്യക്തികൾ, ഈ പറഞ്ഞ സാമൂഹ്യ പെൻഷൻ കിട്ടുന്ന ആളുകൾ അവരെന്തെങ്കിലും ജോലി ചെയ്തിട്ടല്ല, അവരെന്തെങ്കിലും സർക്കാരിന് വേണ്ടി സേവനം ചെയ്തിട്ടല്ല ഗവൺമെന്റ് കൊടുക്കുന്നത്. ആസ് എ പാർട്ട് ഓഫ് എൻഷുറിംഗ് വെൽഫെയർ, നമ്മുടെ സമൂഹത്തിൽ ക്ഷേമം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തിലാണ് എന്ത് ഗവൺമെന്റ് ഈ പറഞ്ഞ പെൻഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പൈസ കൊടുക്കുന്നത്. അല്ലാതെ ഒരു പ്രൊഡക്ഷൻ ഭാഗമല്ല. അതുകൊണ്ട് വി ക്യാൻ സി ട്രാൻസ്ഫർ പേയ്മെന്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. ട്രാൻസ്ഫർ എന്താ? ദേശീയ വരുമാനത്തിന്റെ ഭാഗമല്ല. കാരണം എന്താ? ദിസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്. ആൻഡ് ഓൾസോ വി ക്യാൻ സി, ഇപ്പൊ നേരെ മറിച്ച് പെൻഷൻ പറയുന്നു, സർക്കാർ കൊടുക്കുന്ന പെൻഷൻ നോട്ട് സോഷ്യൽ വെൽഫെയർ അല്ല, അല്ലാതെ റിട്ടയർ ആയ ശേഷം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയ ശേഷം പെൻഷൻ കൊടുക്കുകയാണ്. നോക്കുവാണെങ്കിൽ അതെന്താ? ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസ്ഫർമെന്റ്. അതിന് കാരണം എന്താ? ഈ പറഞ്ഞ വ്യക്തി സർക്കാർ നേരത്തെ സേവനം ചെയ്തിരുന്നു. ദേ യൂസ് ടു ഗിവ് സം ജോബ് ഓർ ആക്ട് ടു ദി ഗവൺമെന്റ്. സോ ആ പെൻഷൻ, അതുപോലെ സാലറി ടു എംപ്ലോയി, സാലറി ടു ഗവൺമെന്റ് എംപ്ലോയി, അതൊന്നും എന്തല്ല? ദേ ആർ നോട്ട് ട്രാൻസ്ഫർ പേയ്മെന്റ്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, സ്കോളർഷിപ്പുകൾ, സോഷ്യൽ വെൽഫെയർ പെൻഷൻ, അതൊക്കെയാണ് വരുന്നത്. ആൻഡ് ഈ പറഞ്ഞ എക്സാമ്പിൾ നോക്കൂ. 2 years ഞാൻ അമേരിക്ക നിൽക്കുകയാണ്. വിച്ച് മീൻസ് ഐ ബിക്കം എൻ NRI. ഞാനിപ്പോ അമേരിക്ക റെസിഡന്റ് ആയി. ഐ ബിക്കം എ റെസിഡന്റ് ഓഫ് അമേരിക്ക. 2 വർഷം കഴിഞ്ഞ് ഞാൻ ഈ പൈസ അയച്ചു കൊടുക്കുന്നു, ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് റെമിറ്റൻസ് ആയിട്ട്. ആൻഡ് ദാറ്റ് വിൽ നോട്ട് ബി കൺസിഡേർഡ് അണ്ടർ GNP. കാരണം എന്താ? GNP എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഇൻകം ഓർ ഇറ്റ് ഈസ് ദ ഫാക്ടർ ഇൻകം ഏൺ ബൈ നാഷണൽസ് ആണ് ഓർ റെസിഡൻസ് ആണ്. സോ ഈ പറഞ്ഞ NRI റെമിറ്റൻസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് GNP എന്ന് അറിഞ്ഞിരിക്കുക. സോ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. എന്താ പറഞ്ഞേ? നമ്മുടെ പ്രവാസി റെമിറ്റൻസസ് or NRI remittances is not a part of GNP or national income accounting. ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ പ്രവാസി റെമിറ്റൻസ്, പ്രവാസത്തിൽ അയക്കുന്ന പൈസ എന്ത് ചെയ്യത്തില്ല? നമ്മൾ എടുക്കില്ല എന്ന കാര്യം. ഓക്കെ, സോ GNP അതിന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ, ദ ഇക്വേഷൻ ഓഫ് GNP പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് GDP GNP is equal to GDP is net factor income from abroad. എന്താണ്? GNP is equal to
GDP plus net factor income from abroad എന്ന് പറയുമ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ഫാക്ടർ ഇൻകം coming to India from foreign country minus factor income moving out of India to foreign country. അതാണ് എന്ത് ഈ പറഞ്ഞ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ GDP എടുത്തപ്പോൾ നമ്മൾ ഇന്ത്യയുടെ GDP എടുത്തപ്പോൾ വി ഹാവ് ഇൻക്ലൂഡഡ് ദ എൻറ്റയർ ഇ-കൊമേഴ്സ് സർവീസ് ഓഫ് ആമസോൺ. ആമസോണിന്റെ എൻറ്റയർ ഇ-കൊമേഴ്സ് സർവീസിന്റെ ഔട്ട്പുട്ട് നമ്മൾ എടുത്തു. അതുപോലെ ഫ്ലിപ്കാർട്ടിന്റെ എൻറ്റയർ ഔട്ട്പുട്ട് നമ്മൾ എടുത്തു. അതുപോലെ വി ഹാവ് നെഗ്ലക്റ്റഡ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ബൈ ടാറ്റ ഇൻ UK. UK-യിൽ ടാറ്റ ഉണ്ടാക്കിയ ഔട്ട്പുട്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. അതുപോലെ ഒരു ഇന്ത്യൻ റെസിഡന്റ് വിദേശത്ത് ചെയ്ത ഫാക്ടർ ഇൻകം നെഗ്ലക്ട് ചെയ്തു. സോ വെൻ വി മെഷർ GDP നമ്മൾ നെഗ്ലക്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വി ആർ നെഗ്ലക്റ്റഡ് ടാറ്റ, ജാഗ്വർ, നെഗ്ലക്റ്റഡ് വിഷ്ണു ലെസ് ദാൻ 6 months ഏൺ ചെയ്ത വേജ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റെസിഡന്റ് ഫോറിൻ കൺട്രിയിൽ ഏൺ ചെയ്ത് വേജ് ഫാക്ടർ ഇൻകം നെഗ്ലക്ട് ചെയ്തു. ആൻഡ് we have included GDP ഇൻക്ലൂഡ് ചെയ്തു ആമസോണിന്റെ എൻറ്റയർ ഔട്ട്പുട്ട്, ഫ്ലിപ്കാർട്ടിന്റെ എൻറ്റയർ ഔട്ട്പുട്ട്, അതുപോലെ യൂണിലെവൽ ലിമിറ്റഡിന്റെ നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലെവൽ ലിമിറ്റഡ് അതിന്റെ എൻറ്റയർ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ ഇവയെല്ലാം എന്താ? ഫോറിൻ കമ്പനിയാണ്. ഹിന്ദുസ്ഥാൻ യൂണിലെവൽ ലിമിറ്റഡ് ആയാലും ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും ഫോറിൻ കമ്പനിയാണ്. എന്ത് ചെയ്യും? ദീസ് കമ്പനീസ് വിൽ ട്രാൻസ്ഫർ ദെയർ ഫാക്ടർ ഇൻകംസ്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഫാക്ടർ ഇൻകം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. They will transfer a portion of their factor income to their foreign country, to their homeland. ഇപ്പം ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഒരു അമേരിക്കക്കാരൻ കിട്ടിയ വരുമാനം അത് 6 മാസത്തിന് ശേഷമാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയി, 6 മാസത്തിന് മുന്നേ ആണെങ്കിൽ അയാളുടെ ഫാക്ടർ ഇൻകം അങ്ങോട്ട് പോകും, അമേരിക്കയിലേക്ക് പോകും. സോ ഇതാണ് എന്ത്? ഫാക്ടർ ഇൻകം കമ്മിങ് ടു ഇന്ത്യ ഫ്രം ഫോറിൻ കൺട്രി എന്ന് പറയുമ്പോൾ ടാറ്റ, ജാഗ്വറിന്റെ ഒക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യ എക്സാമ്പിളിലെ എന്റെയൊക്കെ ഇൻകം. ഈ ഫാക്ടർ ഇൻകം മൂവിങ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഇന്ത്യയിലെ GDP ഇൻക്ലൂഡ് ചെയ്ത ഫാക്ടർ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? റിഡ്യൂസ് ചെയ്യണം. ആരുടെയൊക്കെ? ഫോറിൻ കൺട്രീസിന്റെ. ഈ പറഞ്ഞ ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള ഫോറിൻ കൺട്രീസിന്റെ ഇന്ത്യ ഇൻക്ലൂഡ് ചെയ്ത പോർഷൻ ഓഫ് ഫാക്ടർ ഇൻകം നമ്മൾ റിഡ്യൂസ് ചെയ്യണം, വിച്ച് ഈസ് ഗോയിങ് ടു ദ ഹോം കൺട്രി. This is the equation of GNP. And you can see, in order to obtain India's GNP, income produced and received by nationals of India within boundaries of foreign country. കണ്ടോ? ഇന്ത്യൻ റെസിഡൻസ് ഏൺ ചെയ്ത ഇൻകം ഇൻ ഫോറിൻ കൺട്രി is added to GDP, while income produced by foreigners in India has to be deducted. Foreigners India earn ചെയ്ത ഇൻകം നമ്മൾ എന്ത് ചെയ്തു? കുറയ്ക്കുന്നു. ഇന്ത്യക്കാരെ വിദേശത്ത് ഏൺ ചെയ്ത ഇൻകം എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. സോ ഇക്വേഷൻ എങ്ങനെയാണ്? GNP is equal to GDP plus net factor income from abroad. So I am taking 5 more minutes. കാരണം ഈ ടോപ്പിക് തീരും 5 മിനിറ്റ്. കൈൻഡ്ലി കോപ്പറേറ്റ്. 5 മിനിറ്റ്, കാരണം ഒരു ടേബിൾ തന്നെ തീരും. സോ GNP is equal to GDP plus net factor income from abroad എന്ന് പറയാം. And also here you can see the GDP and GNP figures of USA and India. ഇന്ത്യയുടെയും USA-യുടെയും GDP GNP ഫിഗർ കാണാം. നോക്കൂ, GDP and GNP figures of US നിങ്ങൾ നോക്കുകയാണെങ്കിൽ you can see GNP minus GDP is a positive figure in US.
നോക്കൂ, യു എസിൽ എന്താ GNP മൈനസ് GDP ഒരു പോസിറ്റീവ് ഫിഗർ ആണ്. എന്നാൽ ഇഫ് യു സീ ഇന്ത്യ നോക്കുവാണെങ്കിൽ GDP GNP നോക്കുവാണെങ്കിൽ GNP മൈനസ് GDP ഈസ് എ നെഗറ്റീവ് ഫിഗർ ആണ്. അതിന് കാരണം എന്താണെന്ന് പറയാമോ? Can you say why GNP minus GDP positive in America, negative in India? എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പോസിറ്റീവും ഇന്ത്യയിൽ നെഗറ്റീവും ഉണ്ടായത്? അതിന് കാരണം പറയാനായിട്ട് we can use the equation of GNP. എന്താണ് GNP ഇക്വേഷൻ? GNP is equal to GDP plus net factor income from abroad. So GNP minus GDP is equal to net factor income from abroad. So അമേരിക്കയിൽ എന്താണ്? ഈ വാല്യൂ പോസിറ്റീവ് ആണ്, which means more money is coming to US minus less money is going from US. നോക്കുവാണെങ്കിൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുമ്പോൾ ഒരു കൺട്രിയിലേക്ക് വിദേശത്ത് വരുന്ന ഫാക്ടർ ഇൻകം മൈനസ് ഒരു കൺട്രിയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ഫാക്ടർ ഇൻകം. കൺട്രി പോസിറ്റീവ്, കൺട്രി നെഗറ്റീവ്. അമേരിക്കയിലേക്ക് വരുന്നത് 100 രൂപ, അമേരിക്കയിലേക്ക് പോകുന്നത് 50 രൂപ. സോ യു ക്യാൻ സി നെറ്റ് ഫാക്ടർ ഇൻകം പോസിറ്റീവായി കണ്ടോ. അമേരിക്കയിലേക്ക് വരുന്നത് 100 രൂപ, അമേരിക്കയിൽ നിന്ന് പോകുന്നത് 50 രൂപ. ഇതിന് കാരണം അമേരിക്ക ഡെവലപ്ഡ് കൺട്രിയാണ്. ആൻഡ് അമേരിക്കക്കാര് അതായത് അമേരിക്കൻ സിറ്റിസൺസ് ആർ ഡൈവേഴ്സിഫൈങ് ദെയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസ്. അമേരിക്കൻ സിറ്റിസൺസ് അല്ലെങ്കിൽ അമേരിക്ക എന്ത് ചെയ്യുവാണ്? ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്. ദേ ആർ ഡൈവേഴ്സിഫൈങ് ദെയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ കൺട്രീസ്. അമേരിക്കക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപമുണ്ട്. ഇപ്പോ ആമസോൺ, ഫ്ലിപ്കാർട്ട്, എന്താണ്? ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും എന്താണ്? ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുക. ഏത് കമ്പനിയാ? അമേരിക്കൻ ഫേം ആണ്. സോ മോർ അമേരിക്കൻ ഫേംസ് ആർ ഗോയിങ് ഔട്ട് ഓഫ് അമേരിക്ക ഫോർ ഇൻവെസ്റ്റ്മെന്റ്. സോ വി ക്യാൻ സി GNP മൈനസ് GDP പോസിറ്റീവ് ആകാൻ കാരണം ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് അമേരിക്കൻസ് in abroad is more. അതായത് മോർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് വിദേശത്തുണ്ട്. വിച്ച് മീൻസ് ആ ഇൻവെസ്റ്റ്മെന്റ് വിദേശത്ത് ഉണ്ടെങ്കിൽ അവിടുന്ന് ലാഭം അങ്ങോട്ട് വരും, അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതാണെന്ത് ഈ പോസിറ്റീവ് ഫിഗർ വരാൻ കാരണം. ഇനി ഇന്ത്യയിലേക്ക് നോക്കൂ. ഇന്ത്യയിൽ ഈ ഫിഗർ എന്താണ്? ഇന്ത്യയിൽ ഈ ഫിഗർ നെഗറ്റീവാ. അതായത് ഇന്ത്യയിൽ ഈ ഫിഗർ നോക്കുമ്പോൾ we can see money coming to India minus money coming out of India, അല്ലെങ്കിൽ factory income coming to India minus factory income going out of India. 100 രൂപ വരുന്നു, 150 രൂപ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ നിന്ന് പോകുന്നു. 100 രൂപ ഫാക്ടറി കിട്ടും. കാരണം എന്താ? ടാറ്റ പോലുള്ള കമ്പനീസ്, ഇൻഫോസിസ് പോലുള്ള കമ്പനീസ് ഇന്ത്യക്കുണ്ട്. അതുപോലെ ഈ പറഞ്ഞ കമ്പനി വർക്ക് ചെയ്യുന്ന നോൺ റെസിഡന്റ് അല്ല ഇന്ത്യൻ റെസിഡൻസ്. സോ ഇന്ത്യയിലുള്ള കമ്പനികൾ ദേ യൂസ് ടു ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കൺട്രീസ്. എക്സാമ്പിൾ ആണ് ടാറ്റ. അതുപോലെ ബാങ്കുകളുണ്ട്, അതുപോലെ ഇൻഫോസിസ്. ഇവരൊക്കെ എന്ത് ചെയ്യാനുണ്ട്? വിദേശത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവരുടെ ഫാക്ടറിക്ക് എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് വരും. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ഈസ് അട്രാക്ടിങ് മോർ FDI. So India എന്ന കൺട്രി we are attracting more investment. നമ്മൾ എന്ത് ചെയ്യുന്നു? വിദേശ നിക്ഷേപം കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു? ഇന്ത്യയിലേക്ക് പുതിയ പുതിയ വ്യവസായങ്ങൾ, പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്നു. സോ വിച്ച് മീൻസ് ഈ കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ഇന്ത്യയിൽ ഇൻകം ഏൺ ചെയ്തു. ആ ഇൻകം എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യും? ഹോം കൺട്രിയിൽ ട്രാൻസ്ഫർ ചെയ്യും. സോ എന്ത് പറ്റി? ഫാക്ടറി ഇൻകം മൂവിങ് ഔട്ട് ഓഫ് ഇന്ത്യ എന്താ? കൂടി. സോ ഇവിടെ എന്ത് വന്നു? GNP മൈനസ് GDP എന്തായി? നെഗറ്റീവ് ആയി. Got it? That is the reason. ഇപ്പോഴും still we can say India is having a negative
net factor income from abroad. അതിന് കാരണം എന്താണ്? India is attracting more FDI from abroad. These countries, after earning income, will transfer their factor income to their home country. അതാണ് കാര്യം. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ? എന്തുകൊണ്ട് പോസിറ്റീവായി, എന്തുകൊണ്ട് നെഗറ്റീവായി? GDP മൈനസ് GNP എന്നുള്ളതായി. അതുപോലെ തന്നെ ഒരു ടൈം കൂടെ പറഞ്ഞു നോക്കണം. when we discussed closed economy. Closed economy എന്താണ് ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ? can you say closed economy? Closed economy എന്ന് പറഞ്ഞാൽ when ഒരു എക്കണോമിയിൽ when there is no export or import. ഒരു എക്കണോമി എന്താണ്? അടച്ചിട്ടേക്കുക. ഒരു എക്കണോമി എന്ത് ചെയ്യുന്നു? അടച്ചിടുന്നു. there is no trade relation, there is no investment relation. So ഒരു എക്കണോമിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, ഒരു എക്കണോമിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നില്ല, ഒരു എക്കണോമിയിൽ നിന്ന് ലേബർ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നു. സോ വെൻ ദർ ഈസ് ക്ലോസ്ഡ് എക്കണോമി, വിച്ച് മീൻസ് എന്താ? ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ ഇൻവെസ്റ്റ്മെന്റ് ഫ്രം അബ്രോഡ് ആൻഡ് ദർ ഈസ് നോ ഇൻവെസ്റ്റ്മെന്റ് ടു അബ്രോഡ്. ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. എക്സ്പോർട്ട് പോകുന്നില്ല, ഇമ്പോർട്ട് പോകുന്നില്ല, അങ്ങോട്ട് വയ്ക്കുന്നില്ല, ഇങ്ങോട്ട് വയ്ക്കുന്നില്ല. അങ്ങനെ എക്കണോമി ആണെങ്കിൽ GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഈ വാല്യൂ 0 ആയിരിക്കും. കാരണം എന്താ? there is no movement of goods, there is no movement of investment, there is no movement of labor force. So we can see in a closed economy there will be restriction of investment, there will be restriction of export, import. അപ്പൊ എന്തായിരിക്കും? in a closed economy GNP is equal to GDP ആയിരിക്കും. കാരണം എന്താ? ഇവിടെ നിന്ന് പൈസ പുറത്തേക്ക് പോകുന്നില്ല, പുറത്തുനിന്ന് പൈസ ഇങ്ങോട്ട് വരത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് GDP ആൻഡ് GNP. നമ്മൾ തീർന്നു. അടുത്ത ക്ലാസ്സിൽ വി വിൽ ബി കംപ്ലീറ്റിംഗ് ദ നാഷണൽ ഇൻകം പോർഷൻ. അടുത്ത ക്ലാസ്സിൽ തീരും നമ്മൾ. ഓക്കെ, സോ എനി ഡൗട്ട് ഫ്രം ദിസ് പോർഷൻ? ഇതുവരെയുള്ള പോർഷൻ ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. ഐ തിങ്ക് വി ഹാവ് എക്സീഡഡ് 3 മിനിറ്റ് എക്സീഡ് ചെയ്തു. സോറി, ഞാൻ ആ ടോപ്പിക് തീർന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നാളെ 1 തുടങ്ങണം. ഞാൻ നോക്കത്തില്ലല്ലോ, ഞാൻ നോക്കിയാൽ ക്ലാസ് മുന്നോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഇഫ് ദർ ഈസ് എനി ഡൗട്ട് ഫർദർ ഉണ്ടെങ്കിൽ, ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ചോദിക്കാം, പേഴ്സണലി മെസ്സേജ് അയക്കാം. നമുക്ക് അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ക്വസ്റ്റ്യൻ കിട്ടും, ഇന്ന് വൈകിട്ട് കിട്ടും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇൻ കേസ് നിങ്ങൾ പ്ലേ ചെയ്യാൻ നോക്കിയിട്ട് പ്ലേ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. അന്നേരം നിങ്ങൾ ഡിവൈസ് പെയർ അനുസരിച്ച്, മൊബൈൽ ആണെങ്കിൽ MS പെയറോ അല്ലെങ്കിൽ വീഡിയോ പെയർ വെച്ച് പ്ലേ ചെയ്യുക. ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് പ്ലെയർ വെച്ച് പ്ലേ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ദർ ഈസ് എം ഡിലേ, ഈ ഒരു പ്രോസസ്സിന് ഡിലേ വരും. കാരണം ഡ്രൈവിലുള്ള വീഡിയോ പ്ലെയർ ഇത് ഓപ്പൺ ആവണമെങ്കിൽ ഇത് ഡിലേ വരാറ്. കാരണം 400 MB ഒക്കെയാണ് പലപ്പോഴും ഈ വീഡിയോ ഫയലിന്റെ സൈസ്. സോ അത് ഡിലേ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്ത് ആ വീഡിയോ കാണാൻ നോക്കുക. കാരണം കുറച്ചുകൂടി പറഞ്ഞു തന്നോട് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അത് ആ ഡിലേ ഉണ്ടാകുന്നത് പ്രോസസിംഗ് ടൈമിന്റെ കുഴപ്പമാണ്. കാരണം ഇപ്പം പഴയ വീഡിയോ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ പഴയ വീഡിയോ നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ പ്ലേ ഇറ്റ് ഡയറക്ട്ലി. കാരണം അതിന് പ്രോസസിംഗ് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്കത് എന്ത് ചെയ്യാം? ഷാൽ ഐ എൻഡ് ദ സെഷൻ? ഐ വിൽ അപ്ഡേറ്റ് ദ ടൈം ടേബിൾ. നാളെ ക്ലാസ് ഇല്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്ത ടൈം ടേബിൾ ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, അതുപോലെ മെമ്പർഷിപ്പിന്റെയും സ്ലോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. അഭ്യാസം ഗ്രൂപ്പിൽ ഇടാം. അഭ്യാസം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. കുറച്ച് സമയം എടുക്കും. ചെയ്ത് കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ഇരിപ്പുണ്ട്. ആഫ്റ്റർ ഹാവിംഗ് ഫുഡ് ലോഗൊക്കെ ഉണ്ട്, ലോഗോ വെച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. അത് കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ച ഉണ്ട്.